കസ്റ്റഡി മർദ്ദനം അല്ലെങ്കിൽ നാട്ടുകാരെ നമുക്ക് തല്ലാം കൈവയ്ക്കാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് പോലീസിൽ കുറെ പേര്. പോലീസുകാരെ തെറി വിളിക്കരുത് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനകത്ത് തെറി വിളിക്കരുത് എന്ന് പറയുന്നിടത്താണ് പത്തനംതിട്ടയിലെ പ്രശ്നം തുടങ്ങുന്നത്. അത് നമ്മൾ വളരെ മാന്യമായ ഭാഷയിൽ വളരെ വിനയത്തോടു കൂടി സാറിനോട് പറയുന്നതാണ്. പക്ഷെ പുള്ളി ഞാൻ വിളിക്കും, നീ ആരാ ചോദിക്കാൻ. ഇപ്പൊ DGP പറയുന്നു പോലീസ് സ്റ്റേഷനിൽ മാന്യമായ പെരുമാറ്റം ഉറപ്പുവരുത്തുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞു സർക്കുലറുകൾ ഒരുപാടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ മാന്യമായിട്ട് പെരുമാറണം, പൊതുജനങ്ങളോട് പുറത്തുനിന്ന് പെരുമാറുമ്പോൾ മാന്യമായിട്ട് പെരുമാറണം എന്നൊക്കെ. പക്ഷെ പലപ്പോഴും ഇത് ലംഘിക്കപ്പെടുമ്പോൾ അതിനെതിരെ കൃത്യമായിട്ട് നടപടി ഉണ്ടാകുന്നില്ല. ആത്മാർത്ഥതയുള്ള പോലീസുകാരൻ പോലീസ് സ്റ്റേഷനിൽ നേരിടുന്ന ഏറ്റവും വലിയ സമ്മർദ്ദം അതാണ്. തന്റെ കയ്യിൽ ഒരു കേസ് കിട്ടുന്നു, ഒരു മോഷണ കേസ് കിട്ടുന്നു, ഒരു ലോറി മോഷണം പോയി. ഈ ലോറി തപ്പിപ്പോകാൻ ആ പോലീസുകാരന് സമയമില്ല. അതാണ് ഈ ലോ ആൻഡ് ഓർഡറും ഇൻവെസ്റ്റിഗേഷനും വേർതിരിക്കാത്തതിന്റെ ഒരു കുഴപ്പം. അപ്പോൾ അയാൾ വേറെ വേറെ ഡ്യൂട്ടികൾക്ക് പോകുന്നു, അയാൾ വരുന്നില്ല. അപ്പോഴത്തേക്ക് 2 ദിവസം കഴിഞ്ഞു, ലോറി പൊളിച്ചു വെക്കേണ്ട സമയം കഴിഞ്ഞു. അദ്ദേഹം നല്ലൊരു ഓഫീസറാണ്, അടിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ അതിൽ കണ്ടത് അടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ കൈ നേരെ ഒരു സ്ത്രീയുടെ മാറത്തേക്കാണ് പോയത്. അത് എത്ര വലിയൊരു ഒഫൻസ് ആണ്. ഇപ്പൊ നമ്മളായാലും ഇപ്പൊ നമ്മൾ ഏതൊരു മനുഷ്യനായാലും നമ്മളൊരു കുന്തും തള്ളും ഉണ്ടാകുമ്പോൾ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും പക്ഷെ അദ്ദേഹം അത്ര കൂളായിട്ട് അത് അദ്ദേഹത്തിനൊന്നും സംഭവിക്കില്ല എന്നുള്ള ഉത്തരം വിശ്വാസത്തിൽ അല്ലെങ്കിൽ ആ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ശീലത്തിന്റെ ഭാഗത്തിലാണ് അയാൾ ആ തള്ളുന്നത്. ആഭ്യന്തര വകുപ്പിൽ എന്ത് സംഭവിക്കുന്നെന്ന് അതിന്റെ വകുപ്പ് മന്ത്രി അറിയുന്നില്ല, അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിക്ക് അതിലൊരു നിയന്ത്രണം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പൊ മുഖ്യമന്ത്രിക്ക് ഞാൻ കൊടുത്ത അവസാനത്തെ ഗുണ്ടാബന്ധത്തെ കുറിച്ചുള്ള പരാതി തന്നെ, ആ പരാതിയിൽ എന്തെങ്കിലും നടപടി എടുത്തോ? അതിൽ എന്നെ വിളിച്ച് ചോദിച്ചിട്ടില്ല, അതിലൊരു നടപടി എടുത്തിട്ടില്ല, അതിലൊരു അന്വേഷണവും നടത്തിയിട്ടില്ല. പകരം പരാതി കൊടുത്ത് എന്നെ സസ്പെൻഡ് ചെയ്യാണ് ചെയ്തത്. പോലീസിൽ എന്ത് നടക്കുന്നു എന്ന് ആഭ്യന്തരമന്ത്രി അറിയുന്നില്ല എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം. പക്ഷെ ആറന്മുള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ക്യാമറ ഇല്ലാത്ത സ്ഥലങ്ങളാണ് കൂടുതൽ. ഒരു 3-4 ക്യാമറയൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും, എണ്ണം തികച്ചിട്ടുണ്ടാവും. ആ സ്റ്റേഷനിൽ ഒരുപാട് സ്ഥലങ്ങൾ ക്യാമറ ഇല്ലാത്തതുണ്ട്. കാരണം എനിക്ക് സസ്പെൻഷൻ ഓർഡർ രാവിലെ കൊണ്ടുതരുന്നത് 10 മണിക്കാണ്. പക്ഷെ ഈ 10 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഈ ക്യാപ്സ്യൂള് പരക്കാൻ തുടങ്ങി. പള്ളിക്കുന്നിനെ പിരിച്ചുവിട്ടത് എന്തിനാണെന്ന് അറിയുമോ? അതായത് അയാള് ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഏജന്റായിട്ട് വർക്ക് ചെയ്തതിനാണ്. എത്ര ഇൻക്രിമെന്റ് കട്ടായിട്ടുണ്ട്? 30-ലധികം. ഒരു പരിധി കഴിഞ്ഞപ്പോൾ നമ്മൾ അത് എണ്ണാറില്ല. പലർക്കുള്ള ഒരു പ്രതീക്ഷയും കൂടിയാണ് നമ്മൾ സംസാരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. അതിലിപ്പോ നമുക്ക് നഷ്ടപ്പെടാൻ കുറച്ച് പൈസ നഷ്ടപ്പെടുമായിരിക്കും, വേറെ ഒന്നും നഷ്ടപ്പെടാനില്ല. പോലീസിലെ വീഴ്ചകളെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും അത് ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള സാധനം എന്ന് പറഞ്ഞിട്ട് അതെടുത്തിട്ട് അതിനെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ ചീത്ത വിളിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ട് ഇടതുപക്ഷം തോറ്റു എന്ന ചോദ്യം വരുമ്പോഴേ നമ്മൾ ആലോചിക്കേണ്ടത് ഇതും കൂടിയാണ്. ഇത്തരക്കാരുടെ അതിൽ വലിയൊരു പങ്കുണ്ടാവും. ഉമേഷ് വള്ളിക്കുന്നിനെ പോലീസ് സർവീസിൽ നിന്ന് പിരിച്ചു കിട്ടുകൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോ പോലീസുകാരനല്ല, ഡിസ്മിസൽ ഉത്തരവിനകത്ത് 11 കുറ്റങ്ങളാണ് ചാർത്തി തന്നിരിക്കുന്നത്. അതിനൊക്കെ മറുപടി കൊടുത്തിരുന്നു. ആ മറുപടി പബ്ലിക്കായിട്ട് ഇടുകയും ചെയ്തിരുന്നു. 23 വർഷത്തെ ഒരു സർവീസിനുള്ളിൽ എന്താണ് പോലീസ് എന്ന് ഉള്ളിൽ നിന്ന് കണ്ട ഒരാള് പോലീസിനെ എങ്ങനെയൊക്കെ നവീകരിക്കണം എന്നുള്ള ഒരു ആശയം മുൻനിർത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളാണ് അച്ചടക്ക നടപടി എന്ന പേരിൽ കുറ്റങ്ങളായി മാറിക്കൊണ്ട് സസ്പെൻഷനിലേക്ക് എത്തിച്ചേർന്നതെന്നാണ് അതിൻ്റെ ഒരു നാൾവഴികൾ നോക്കുന്ന നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ പോലീസ് വകുപ്പിന്റെ നിയമപ്രകാരം, അതിന്റെ ചട്ടപ്രകാരം ഇത്തരം സംഗതികൾ പറയുന്നതും ഈവൻ മുഖ്യമന്ത്രിക്ക് ഒരു കത്തെഴുതുന്നത് പോലും പോലീസ് മേധാവിയുടെ അനുമതിയോടുകൂടി വേണം എന്നുള്ളതാണ് പോലീസ് വകുപ്പിലെ ചട്ടം എന്ന് പറയുന്നത്. ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു വകുപ്പിനകത്ത് നിന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിടിച്ച് പുറത്താക്കൂലേ എന്നൊരു ചോദ്യമാണ് ആയിരിക്കാം ഒരുപക്ഷെ ഉമേഷ് ഇപ്പോൾ നേരിടുന്നുണ്ടാവുക. അതിനുള്ള മറുപടി ഉമേഷിന് കൃത്യമായിട്ട് ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. നമ്മൾ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ? പോലീസിനകത്തൊരു നവീകരണം സാധ്യമാവേണ്ടേ സാറേ എന്നൊരു വാചകം നിങ്ങളുടെ മറുപടിക്കകത്തുണ്ട്. അപ്പൊ ഈ പോലീസിന്റെ നവീകരണം തന്നെയായിരുന്നു ഒരു വിസിൽ ബ്ലോവർ എന്നൊക്കെയുള്ള രീതിയിൽ അകത്ത് നിന്ന് നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ ഡിസ്മിസൽ നടപടിയെ പ്രതീക്ഷിച്ചിരുന്നതാണ്, പ്രതീക്ഷിച്ച പോലെ വന്നു എന്ന് തന്നെയാണ് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് എത്തിച്ച ഒരു നാൾ വഴികൾ ഒന്ന് ചുരുക്കി പറയാമോ? എന്തൊക്കെ കുറ്റങ്ങളാണ്, എങ്ങനെയാണ് ഈ ഡിസ്മിസലിലേക്ക് എത്തിയത്? എല്ലാം ഓർത്ത് പറയണമെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ തുടക്കം എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് അച്ചടക്ക നടപടി വന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ ഈ പോലീസുകാർ കുടപിടിക്കുന്നതിനെ കുറിച്ച് പോസ്റ്റ് ഇട്ടതാണ്. ഒരു സമരരംഗത്ത് യതീഷ് ചന്ദ്ര അന്ന് ഓഫീസറാണ്. അദ്ദേഹം കാറിൽ വന്ന് ഇറങ്ങുന്നു. ചാറ്റൽ മഴയേ ഉള്ളൂ, ബാക്കി പോലീസുകാർക്കോ ജനങ്ങൾക്കോ ഒന്നും കുടയില്ല. അപ്പൊ ഇദ്ദേഹം ചെന്ന് ആൾക്കാരുടെ ഫോൺ പിടിച്ചു വാങ്ങുന്നു, ആൾക്കാരെ ഓടിക്കുന്നു. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യൻ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഗൺമാൻ കുടയുമായിട്ട് പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുടയായിട്ട് നമ്മൾ പണ്ട് നമ്മൾ നാട്ടിലാവുമ്പോൾ ഒരു നാടകം കണ്ടിരുന്നു, ചെറുതാവുമ്പോൾ കുട്ടികളുടെ നാടകം. അപ്പൊ അതിൽ ഒരു രാജാവിന്റെ പുറകെ കോളാമ്പിയുമായിട്ട് ഇങ്ങനെ തമ്പ്രാന്റെ പുറകെ നടക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അപ്പൊ സത്യത്തിൽ അതാണ് എനിക്ക് ഓർമ്മ വന്നത്. ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ട് തോന്നി.
അത് കഴിഞ്ഞ് ഈ സമരത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന DGPയുടെ വീഡിയോ വരുന്നു. അപ്പോഴും DGP മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ കൊടപിടിച്ച് പോലീസുകാരൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ പോലീസുകാരെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി എന്താണെന്ന് അറിയോ എന്നുള്ള തരത്തിൽ കൊടപിടിക്കുന്ന നമ്മുടെ പണിയല്ല എന്നുള്ള തരത്തിൽ പോസ്റ്റ് ഇട്ടത്. അതിനാണ് ആദ്യത്തെ ഒരു അച്ചടക്ക നടപടി വരുന്നത്. അതിനൊരു താക്കീതാണ് കിട്ടിയത്. പിന്നീട് നമ്മൾ പോലീസിലെ പ്രശ്നങ്ങൾ, മിഠായി തെരുവിലെ വീഴ്ച, അതാണ് വലിയൊരു സസ്പെൻഷനിലേക്ക് നയിച്ചൊരു നടപടി. മിഠായി തെരുവിൽ അന്ന് ഞാൻ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ രാവിലെ ഡ്യൂട്ടിക്ക് വന്ന പോലീസുകാർ പോകാൻ പറ്റാതെ അവിടെ രാത്രിയും ഡ്യൂട്ടി നിൽക്കുന്നു. വരുന്ന ജനങ്ങൾ മുഴുവൻ പോലീസ് എന്ത് നോക്കിയൊക്കെയായിരുന്നു ഇത്രയും ആക്രമണം ഉണ്ടായിട്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. ആ സാഹചര്യത്തിലാണ് അതിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഞാൻ അതിനെക്കുറിച്ച് എഴുതിയത്. ഞാൻ കമ്മീഷൻ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ട് ഒരു ബന്ധവ് സ്കീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മളൊരു പോസ്റ്റ് ഇടുകയും അത് കുറച്ച് വൈകാരികം കൂടി ആയതുകൊണ്ട് അത് അന്ന് വൈറലാകുകയും പോലീസിന്റെ വീഴ്ചയാണെന്നുള്ള രീതിയിൽ പോലീസിന്റെ വീഴ്ചയാണെന്ന് വന്നത് പോലീസ് മേധാവിയുടെ വീഴ്ചയാണ് എന്നുള്ള സാധനം ഞാൻ സ്ഥാപിച്ച് പറഞ്ഞു. സത്യം അത് തന്നെയായിരുന്നു. കാരണം കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്തില്ല, പോലീസിനോട് ആക്ഷൻ എടുക്കണ്ട എന്നുള്ള നിർദ്ദേശം കൊടുത്തു. അങ്ങനെ ഈ അക്രമങ്ങൾ കഴിഞ്ഞാടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായി എന്ന് അത് എഴുതി. മൂന്നാമത്തെ ദിവസം കമ്മീഷണർക്ക് സ്ഥലം മാറ്റം ഉണ്ടായി. അപ്പൊ അത് ഒരു കളക്ടറുടെ റിപ്പോർട്ടിന്റെ പുറത്താണ് കമ്മീഷണർ സ്ഥലം മാറ്റിയത്. പക്ഷെ വാർത്ത വന്നത് പലതിലും വാർത്ത വന്നത് പോലീസുകാരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കമ്മീഷണർ സ്ഥലം മാറ്റി എന്നുള്ളതാണ്. 17ാമത്തെ ദിവസം ഞാൻ സസ്പെൻഷനായി. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു തുടക്കം. പിന്നീട് വന്ന സസ്പെൻഷൻ എന്തിനായിരുന്നു? 3 തവണയാണല്ലോ സസ്പെൻഷൻ കിട്ടിയത്. രണ്ടാമത്തെ എന്തിനായിരുന്നു? രണ്ടാമത്തെ സസ്പെൻഷൻ ആതിരായിട്ടുള്ള പ്രണയത്തിന്റെ പേരിൽ. അത് നമ്മൾ വിശദമായിട്ട് ഇന്റർവ്യൂ തന്നെ അതിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഈ പറഞ്ഞ നമ്മളെ സദാചാര ഗുണ്ടായിസമായിരുന്നു. നമ്മുടെ മരിച്ചുപോയ ശ്രീനിവാസന്റെ സ്ക്രിപ്റ്റിൽ പറഞ്ഞ അതേ സാധനം. ഒരു മറ്റേ പാർട്ടിയിൽ കുറച്ച് ചെറുപ്പക്കാരുണ്ട്, അവരെ പെണ്ണുകേസിലോ ഗർഭക്കേസിലോ ഒതുക്കാം എന്നുള്ള ചിന്തയാണ് അന്നത്തെ കമ്മീഷണർക്കും തോന്നിയത്. കാരണം എ വി ജോർജിന്. അപ്പൊ ഈ ആതിരായിട്ടുള്ള ബന്ധം ഉണ്ടെന്ന് ജാനമ്മ കുഞ്ഞുണ്ണി വന്ന് പറയുന്നു. അപ്പൊ എന്നാ ശരി, പെണ്ണുകേസാവുമ്പോ മിണ്ടൂലല്ലോ, ബാക്കി എന്ത് പറഞ്ഞാലും നമ്മൾ പോസ്റ്റ് ഇടും. അപ്പൊ ഇവരുദ്ദേശിക്കുന്നത് പെണ്ണുകേസ് എന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കുന്നതാണ്. പക്ഷെ ഞങ്ങളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ പ്രണയം എങ്ങനെ നാട്ടുകാരെ അറിയിക്കുന്നു വിചാരിച്ചിരിക്കുമ്പോഴാണ് സർക്കാർ രേഖയിൽ ഇത് അടിച്ചു കിട്ടുന്നത്. നമ്മളത് ഇടുന്നു, സസ്പെൻഷൻ ഓർഡർ പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അത് അവര് പ്രതിരോധത്തിലാവുന്നു. 3ാമത്തെ സസ്പെൻഷൻ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇത് ബന്ധപ്പെട്ട് ഇന്റർവ്യൂ കൊടുത്തതിനും ചാനലിനോട് സംസാരിച്ചതിനും ഒക്കെ ആയിട്ട് തുടർച്ചയായിട്ട് അച്ചടക്ക നടപടികൾ വന്നു. 3ാമത്തെ സസ്പെൻഷൻ പത്തനംതിട്ടയിലേക്ക് ഒരു തട്ട് കിട്ടി. പത്തനംതിട്ട എത്തിയതിനു ശേഷമാണ്. അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ അതും നമ്മൾ ഇന്റർവ്യൂ ചെയ്തിരുന്നത്. പോലീസിലെ ഗുണ്ടാബന്ധത്തെ കുറിച്ചിട്ട് മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയതാണ്. അപ്പം അതിൽ പറയുന്നത് നമ്മൾ പ്രോപ്പർ ചാനലിൽ കൊടുത്തില്ല എന്നുള്ളതാണ്. പ്രോപ്പർ ചാനൽ എന്ന് പറയുന്നത് നമുക്കൊരു മേലുദ്യോഗസ്ഥനെ പറ്റി പരാതി കൊടുക്കണമെങ്കിൽ അതിന്റെ തൊട്ട് മേലുദ്യോഗസ്ഥന് നേരിട്ട് കൊടുക്കാം. അപ്പൊ DVSPക്കെതിരെയാണ് പരാതിയെങ്കിൽ SP ക്ക് നേരിട്ട് കൊടുക്കാം. ഞാൻ DGP ഉൾപ്പെടെയുള്ള ഈ സിസ്റ്റത്തിനെ കുറിച്ച് പരാതി പറയുമ്പോൾ അതിന്റെ ഹെഡ് എന്നുള്ള നിലയ്ക്ക് ഹോം മിനിസ്റ്റർക്ക് തന്നെയാണ് കൊടുക്കാൻ പറ്റുക. ആ രീതിയിലാണ് ഞാൻ കൊടുത്തത്. അതിൽ സസ്പെൻഷനിൽ 1.5 വർഷം എടുത്തിട്ട് അവർ അന്വേഷണം പൂർത്തിയാക്കി. അത് കഴിഞ്ഞിട്ട് എനിക്ക് നോട്ടീസ് വന്നു. നോട്ടീസിന് ഇതുപോലെ ഞാൻ മറുപടി കൊടുത്തു. ആ മറുപടി 2-3 മാസമായിട്ട് പത്തനംതിട്ട SP-യുടെ ഫയലിലിരിക്കുകയാണ്. അതിനുശേഷം തന്ന നടപടിയാണ്. ഇതിൽ വളരെ വേഗത്തിൽ നോട്ടീസ് വന്നു, മറുപടി കൊടുത്തു, പെട്ടെന്ന് തന്നെ നടപടിയും വന്നു. ഒരു സസ്പെൻഷൻ ഓർഡറിൽ ഉള്ള മറുപടി മേടിച്ച് അതിനകത്ത് അന്വേഷണം നടക്കുന്നു, അതിനകത്തൊരു നടപടി അല്ലെങ്കിൽ അന്വേഷണം നടക്കുന്നു എന്നുള്ളൊരു ഘട്ടത്തില് എല്ലാ കുറ്റങ്ങളും കൂടെ ഒന്നിച്ച് വെച്ചിട്ട് ഒരു നോട്ടീസ് തരികയും അതിന് മറുപടി ചോദിക്കുകയും തൃപ്തി തരാനില്ല എന്ന് പറയുകയും ഡിസ്മിസലിലേക്ക് പോകും. അങ്ങനെ ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം മുൻപ് പോലീസ് സേനയിൽ ഉള്ളതായിട്ട് അറിയോ? മുമ്പ് എനിക്ക് തന്നെ പിരിച്ചുവിട്ട് മറ്റുള്ളവർക്ക് ഉണ്ടോന്നറിയില്ല. ജോർജ് കമ്മീഷൻ ആയിരുന്നപ്പോ ഇതുപോലെ എന്നെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം വാർത്ത വരുന്നു. അപ്പൊ അത് ഇതുപോലെ എനിക്കെതിരെ ഒരു 4 അച്ചടക്ക നടപടി പുള്ളി അടുപ്പിച്ചടുപ്പിച്ച് ഒരാഴ്ചയുടെ ഇടയിൽ 4 അച്ചടക്ക നടപടി എടുത്തിട്ട് അതെല്ലാം കൂടി കുത്തിക്കെട്ടി ഇയാൾ സേനയിൽ നിന്ന് തുടരാൻ അർഹനല്ല എന്ന് പറഞ്ഞിട്ടൊരു സംയുക്ത അന്വേഷണം നടത്തി. അതിന്റെ റിപ്പോർട്ട് വെച്ചിട്ട് എന്നെ പിരിച്ചുവിടാൻ വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ടുള്ള ഒരു സാധനമായിരുന്നത്. അങ്ങനെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. മറ്റാർക്കെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. ഒരു സിസ്റ്റത്തിന് ഉള്ളിൽ നടക്കുന്ന ഇഷ്യൂസിനെ ജനങ്ങളുടെ മുന്നിലേക്ക് ചർച്ചയ്ക്കായിട്ടോ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ എന്നുള്ള ഒരു ചൂണ്ടിക്കാണിക്കലായിട്ടോ ഒക്കെയാണ് ഉമേഷ് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിരിക്കുന്നത്. ഉമേഷ് റേസ് ചെയ്ത ഒരുപാട് ഇഷ്യൂസിനകത്ത് റിസൾട്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള സംഗതി. എന്നിട്ടും ഉമേഷിനെതിരെ അച്ചടക്ക നടപടി എടുക്കുകയാണ് ചെയ്തത്. ഒരു സിസ്റ്റം, ഇപ്പൊ പോലീസ് സിസ്റ്റത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ കൊളോണിയൽ കാലത്തെ നിയമങ്ങളാണ് ഇപ്പോഴും പാലിക്കപ്പെടുന്നത് എന്ന് പറയാറുണ്ട്. ഇതിനകത്ത് വരുത്തേണ്ട ഒരുപാട് മാറ്റങ്ങളെ കുറിച്ചിട്ടുള്ള നവീകരിക്കേണ്ടതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ പല ഘട്ടത്തിലും വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും നടപ്പിലാക്കിയിട്ടില്ല. ഈ പോലീസ് സേന എന്ന് പറയുന്നത് എന്തൊക്കെ തരം സമ്മർദ്ദങ്ങളിൽ കൂടെ കടന്നു പോകുന്നതെന്ന് തോന്നിയിട്ടുള്ളത്? പോലീസിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടുള്ള സ്ട്രെങ്ത് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു 50,000 പോലീസുകാരെ വെച്ചിട്ട് ഇത്രയും ജനങ്ങളുടെ കാര്യം, അതായത് എത്രയോ
പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു സ്ട്രെങ്ത് വെച്ചിട്ട് നമ്മൾ ഈ ഇതിനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പുതിയ പോലീസ് സ്റ്റേഷൻ വരുമ്പോഴും നിലവിലുള്ള സ്റ്റേഷനുകളിൽ നിന്ന് 10 ആളെ വെട്ടി അങ്ങോട്ട് കൊടുക്കുകയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നില്ല. പുതുതായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു 10 പേരെയൊക്കെ കൊടുത്താലേ ഉള്ളൂ. അപ്പൊ ഒരു പോലീസ് സ്റ്റേഷനിലെ മിനിമം എത്ര ആളുകളാണ് ഐഡിയൽ ആയിട്ട് ഉണ്ടാവേണ്ടത്? അത് സ്റ്റേഷന്റെ വലിപ്പം അനുസരിച്ചായിരിക്കും. ഇപ്പൊ 80 പോലീസുകാരൊക്കെ ഉള്ള പോലീസ് സ്റ്റേഷൻ ഉണ്ട്. ഇപ്പൊ നടക്കാവ് പോലെയുള്ളതൊക്കെ അത്ര 80-100 ഉണ്ട് തോന്നുന്നു. ഫറോക്ക് ആകുമ്പോൾ 50 പേരായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ മാറാടൊക്കെ ആകുമ്പോൾ 40 പേര് 30 പേര് അങ്ങനെയുള്ള സ്റ്റേഷന്റെ വലിപ്പത്തിനനുസരിച്ചാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ ഇത്രയും പോലീസുകാർ സ്റ്റേഷനിൽ ഉണ്ടാവില്ല. ഈ ഡിവൈഎസ്പി സബ് ഡിവിഷൻ ഓഫീസുകളിലൊന്നും സ്ട്രെങ്ത് അനുവദിച്ചിട്ടില്ല. അവിടെ ഒരു 10 പേരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവിടെയൊന്നും അവിടുത്തെ സ്ട്രെങ്ത് ആയിരിക്കില്ല. അവരൊക്കെ ഏതെങ്കിലും സ്റ്റേഷനിലെ സ്ട്രെങ്ത് അവിടെ ജോലി ചെയ്യുന്നവരെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പൊ ഒരു 5 പോലീസ് സ്റ്റേഷനിൽ ഒരു സബ് ഡിവിഷൻ ആണെങ്കിൽ 5 പോലീസ് സ്റ്റേഷനിൽ 2 പേരെ വെച്ചെടുക്കുമ്പോഴാണ് ആ ആൾക്കാർ കുറയും. പിന്നെ സ്ഥിരമായിട്ട് ഡെപ്യൂട്ടേഷന് പോകുന്ന ആൾക്കാരുണ്ടാവും. സ്വാധീനമുള്ള ആൾക്കാർ സ്റ്റേഷനിലെ സ്ട്രെങ്ത് ആയിരിക്കും. അവർ ചിലപ്പോൾ ജോലി ചെയ്യുന്നത് വേറെ എവിടെയെങ്കിലേക്കായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു 40 പേരുടെ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ അവിടെ 30 പേരെ സ്റ്റേഷനിൽ അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇതിനെ മാനേജ് ചെയ്യാൻ അറിയാത്തത്, ഈ സ്ട്രെങ്ത്തിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാത്തൊരു സംവിധാനമാണ് ഇതിലുള്ളത്. കാരണം ഒരാൾ ഇപ്പോൾ സ്വാധീനം ഉണ്ടെങ്കിൽ അയാൾ ഡെപ്യൂട്ടേഷന് പോകുന്നു, അയാൾ വേറെ ഇത് പോകുന്നു. ചില ആൾക്കാർ പണിയെടുക്കാത്തവരുണ്ടാവും. അവരെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവില്ല. അപ്പൊ കുറച്ച് പേരായിരിക്കും ഈ വർക്ക് ചെയ്യുന്നത്. അവരെ കൊണ്ട് എപ്പോഴും പണിയെടുപ്പിക്കും. ഇപ്പൊ പറഞ്ഞ പോലെ 50,000 പോലീസുകാരുണ്ടെങ്കിലും അതിന്റെ പകുതിയിൽ താഴെ പോലീസ് സ്റ്റേഷനുകളിൽ ജോലി ചെയ്യുന്നുള്ളൂ. മറ്റത് പല ഓഫീസുകളിലായിട്ടും സ്പെഷ്യൽ യൂണിറ്റുകളായിട്ടാണ്. പക്ഷേ പോലീസ് സ്റ്റേഷനിലാണ് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് വേണ്ടതും ഏറ്റവും കൂടുതൽ ജനങ്ങളായിട്ട് ഇടപഴകുന്നതും. അവിടെ വളരെ കുറവായിരിക്കും ആൾക്കാർ. ഈ കുറ്റ അന്വേഷണവും ക്രമസമാധാന പാലനവും ഇത് രണ്ടാക്കിയിട്ട് വേണം നിശ്ചയിക്കേണ്ടതെന്നുള്ള ഒരു സംഗതി നിലനിൽക്കുന്നില്ലേ? ആ നിർദ്ദേശം അത് ഞാൻ പോലീസിൽ വന്ന കാലത്ത് കേൾക്കുന്ന ഒരു സാധനമാണ്. അത് അന്ന് വന്ന സാധനം ശരിക്കും വേണ്ട സാധനമാണ്. നമ്മളൊരു കേസ് അന്വേഷിക്കാൻ വേണ്ടി നമ്മളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നല്ല, ഒരു പോലീസുകാരുടെ കയ്യിൽ തിരക്കുള്ള ശേഷം ഫറോക്ക് ആകുമ്പോൾ 12-13 കേസൊക്കെയാണ് നമ്മളെ കയ്യിൽ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ഈ കേസ് എഴുതാൻ ഒരാളുടെ കയ്യിൽ ഉണ്ടാവുന്നത്. അപ്പൊ ഒരാൾ ഈ 12 കേസും വെച്ചിരിക്കും. പിന്നെ ദിവസം വന്നുകൊണ്ടിരിക്കും ചെയ്യുമല്ലോ. അപ്പൊ ഈ 12 കേസും വെച്ചിരിക്കുമ്പോഴാണ് ഒരു ലോ ആൻഡ് ഓർഡർ മാർച്ച് ഉണ്ടാവുന്നത്, സമരം ഉണ്ടാകുന്നത്, മുഖ്യമന്ത്രിയുടെ വിസിറ്റ് വരുന്നത്, അതുപോലെ സർക്കാരിന്റെ വാർഷികാഘോഷം വരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും സമരങ്ങൾ, അങ്ങനെ എവിടേക്കെങ്കിലൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നത്. പിന്നെ നമുക്കത് എഴുതാനുള്ള സമയമില്ല. പിന്നെ ഈ മാസാവസാനം ഇരുന്നിട്ട് ഒരു 25-ാം തീയതിക്കൊക്കെ ശേഷം കുത്തിയിരുന്ന് എഴുതി തീർക്കണം. ഫയൽ അന്വേഷണം നടത്തില്ല, ഫയൽ എഴുതി തീർക്കുക എന്നുള്ളതാണ് അവിടെ നടക്കുന്ന സംഭവം. ഫയൽ എങ്ങനെയെങ്കിലും എഴുതി തീർത്തിട്ട് കുറച്ച് എണ്ണം കുറയ്ക്കും. ഇതിന് ടൈം വെച്ചിട്ടുണ്ടാവോ? ഡെഡ്ലൈൻ ഒക്കെ വെച്ചിട്ടുണ്ടോ? 31-ാം തീയതിന്റെ ഉള്ളിൽ എണ്ണം കുറയ്ക്കാൻ വേണ്ടി മാസം തോറും കണക്കെടുക്കുമ്പോൾ അന്വേഷണം പെൻഡിങ് കേസുകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് എഴുതി തീർത്തങ്ങ് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു ക്രോസിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കോടതിയിൽ പല കേസും പൊട്ടിപ്പോകുന്നത്. ഈ ആൾക്കാരുടെ അടുത്ത്, അപ്പൊ ഈ ആൾക്കാരെ സംബന്ധിച്ച് നമ്മള് ലേമൻ ആണല്ലോ, അവരെ സംബന്ധിച്ച് നമ്മൾ പ്രതീക്ഷയോട് കൂടിയിട്ട് കൊടുക്കുന്ന കേസുകളായിരിക്കില്ലേ? അപ്പോൾ അതിനകത്ത് പ്രോപ്പർ ആയിട്ടുള്ള അന്വേഷണം ഒന്നും നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ആദ്യം ഉണ്ടാവുമല്ലോ. അത് എങ്ങനെയാണ്? അപ്പോ അതാണ് പോലീസ്, ഒരു ആത്മാർത്ഥതയുള്ള പോലീസുകാരൻ പോലീസ് സ്റ്റേഷനിൽ നേരിടുന്ന ഏറ്റവും വലിയ സമ്മർദ്ദം അതാണ്. തന്റെ കയ്യിൽ ഒരു കേസ് കിട്ടുന്നു, ഒരു മോഷണ കേസ് കിട്ടുന്നു, ഒരു ലോറി മോഷണം പോയി. ഈ ലോറി തപ്പിപ്പോകാൻ പോലീസുകാരന് സമയമില്ല. ഈ കേസ് ഫയൽ ഇടുന്നു, ഇത് അന്വേഷിക്കാൻ പറയുന്നു. ആള് അത് പോയിട്ട് ഫസ്റ്റ് അതിന്റെ ഒരു മഹസർ തയ്യാറാക്കണം. ഈ മഹസർ തയ്യാറാക്കാൻ പോകുന്നു. ഇതിനപ്പുറം അയാൾക്ക് വേറെ ഡ്യൂട്ടികൾ വരുന്നു. ഇത് പറഞ്ഞ പോലെ ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടിയിലേക്ക് പോകുന്നു. അതാണ് ഈ ലോ ആൻഡ് ഓർഡറും ഇൻവെസ്റ്റിഗേഷനും വേർതിരിക്കാത്തതിന്റെ ഒരു കുഴപ്പം. അപ്പോൾ അയാൾ വേറെ ഡ്യൂട്ടികൾക്ക് പോകുന്നു, അയാൾ വരുന്നില്ല. പിറ്റേ ദിവസം അയാൾ വന്ന് GD കയറുന്നു. സ്റ്റേഷനിൽ GD ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കേസ് അന്വേഷണമായിട്ട് ചിന്തിക്കാൻ പോലും പറ്റാത്ത തിരക്കായിരിക്കും ഉള്ളില് സ്റ്റേഷനുകളിൽ ഈ GD ചാർജുള്ള. അത് കഴിഞ്ഞു അന്ന് നൈറ്റ് GD ഒക്കെ ആണെങ്കിൽ പിറ്റേ ദിവസം അയാൾ റെസ്റ്റായി. എന്തായാലും പിറ്റേ ദിവസം അത്രയും ഉറക്കം കഴിഞ്ഞ് പണിയെടുത്ത ഒരാൾക്ക് പണിയെടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് വീണ്ടും വരുന്നു. അപ്പോഴത്തേക്കും 2 ദിവസം കഴിഞ്ഞു, ലോറി പൊളിച്ചു വെക്കേണ്ട സമയം കഴിഞ്ഞു. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവും. പിന്നെ ഈ ജില്ലാ തലത്തിലോ സബ് ഡിവിഷൻ തലത്തിലൊക്കെ സ്ക്വാഡുകൾ ഉണ്ടാവും. അവരെ ഏൽപ്പിക്കുന്ന കേസുകൾ അവരന്വേഷിക്കും. പക്ഷെ ഈ യഥാർത്ഥത്തിൽ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് ഇതിന് സമയം കിട്ടൂല. പിന്നെ നിങ്ങൾ തന്നെ റേസ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഗുണ്ടകളുമായിട്ടുള്ള പോലീസിന്റെയും രാഷ്ട്രീയക്കാരുടെയും ബന്ധം എന്ന് പറയുന്നത്. അതിന്റെ അവസ്ഥ എന്താ? നമ്മൾ ഒരിക്കൽ വിശദമായി സംസാരിച്ചതാണ്. നമ്മൾ അന്ന് സംസാരിച്ചതിന് ശേഷം ഒരുപാട് സംഭവങ്ങൾ തെളിഞ്ഞല്ലോ. അപ്പൊ മലപ്പുറം ജില്ലയില് സ്വർണ്ണക്കടത്ത് പിടിക്കുന്ന സ്വർണം കൊണ്ടുപോകുന്നത് പോലീസ് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് കസ്റ്റംസ് തന്നെ പറയുന്നു. അവിടുന്ന് മരം മോഷ്ടിച്ചതിന് ഒരു SP, ഒരു IPS ഉദ്യോഗസ്ഥൻ ഒരു MLA കാല് പിടിക്കുന്ന ദയനീയമായ, അല്ലെങ്കിൽ ഓഡിയോ ഒക്കെ അത്രയും ദയനീയമായിട്ടുള്ള ഒരു ഓഡിയോ നമ്മൾ കേട്ടു. ആ ഓഡിയോ ഇല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുക പോലും ഇല്ല അങ്ങനെ ഒരാളെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ അതോ സത്യസന്ധനം എന്നൊക്കെ പറഞ്ഞ് പേരെടുത്ത് വെക്കുന്ന ഒരു ആളാണ് ഈ ചെയ്യുന്നത്. ജയിൽ DIG തന്നെ ഇപ്പൊ ജയിൽ DIG ഏറ്റവും പുതിയത് പറഞ്ഞ ജയിൽ DIG. അയാൾ എത്രയോ കോടികളാണ് ഈ ഗുണ്ടകൾ, എനിക്ക് തോന്നുന്നു കൊടി സുനിയുടെ അടുത്ത് വാങ്ങിയപ്പോഴാണ് വിഷയം. അതുവരെ ഇതിങ്ങനെ നിർബാധം പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അയാൾ മാത്രമായിരിക്കില്ല, സ്വാഭാവികമായിട്ട് അയാളുടെ മുകളിലോ
അല്ലെങ്കിൽ ഭരണതലത്തിലുള്ളവർക്കൊക്കെ ഈ പൈസ പോയിട്ടുണ്ടോന്നും കൂടി അന്വേഷിക്കണം. പക്ഷെ അതൊന്നും അന്വേഷിക്കില്ല. അയാളെ സംരക്ഷിക്കാനാണല്ലോ ഇത്രയും ദിവസം നിന്നത്. ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ എന്താ സംഭവിക്കുക വെച്ചാൽ, ഇങ്ങനെ ഗുണ്ടാബന്ധങ്ങളോ ഇതൊക്കെ ഉള്ള ആൾക്കാരെ എന്തെങ്കിലും തരത്തിൽ പിടിക്കപ്പെട്ടാലും അവർക്ക് അതിനെ മായ്ക്കാനും അവരുടെ സേഫ്റ്റി ഉറപ്പാക്കാനുള്ള സമയം അവർക്ക് കൊടുക്കും. ഇപ്പൊ ഞാൻ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി, ആ കത്ത് ഫേസ്ബുക്കിലും കിടക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലും കിടക്കുന്നുണ്ട്. അത് അന്വേഷിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ എന്നെ പിറ്റേ ദിവസം സസ്പെൻഡ് ചെയ്തു. പക്ഷെ ഇപ്പൊ നമ്മൾ ഇയാളെ എപ്പോഴാണ് സസ്പെൻഡ് ചെയ്തത്? അതെ, അത് തന്നെയാണ് ഒരു വിഷയം. ഇപ്പൊ പ്രതാപചന്ദ്രനെ കഴിഞ്ഞ ദിവസം ആ CCTV വിഷയില് പുറത്തു വന്നതെന്ന് നമുക്ക് മനസ്സിലായി. അതിലൊരു ശീലവും കൂടിയിട്ട് അത് ഈ അടിക്കുക എന്നുള്ളത്. ഇത് വന്നതിന് ശേഷം തുമ്പ പോലീസ് സ്റ്റേഷനിലുള്ള ഒരു സ്ത്രീ അവരുടെ അടുത്തും വളരെ മോശമായിട്ട് ഇയാളിൽ പറഞ്ഞു എന്നുള്ളത്, സംസാരിച്ച് ഉപദ്രവിക്കുകയും ചെയ്തു എന്നുള്ളതിന്റെ എവിഡൻസ് വന്നിട്ടുണ്ട്. ഇത് ഇയാളുടെ ഒരു ശീലമാണ്. ഒരുപാട് പരാതികളാണ് വരുന്നത്. അതിനൊക്കെ എതിരെ പരാതി കൊടുക്കപ്പെട്ടിട്ടുമുണ്ട്. പക്ഷെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇത്തരം ആളുകൾ സംരക്ഷിക്കപ്പെടുകയും ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് നിങ്ങളെ പോലുള്ള ആളുകൾ ഡിസ്മിസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ. തീർച്ചയായിട്ടും. ഇപ്പൊ ഈ പോലീസുകാരല്ലേ, ഇപ്പൊ ഞാൻ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോ ഒരു പോലീസുകാരൻ, ഒരു സന്ദീപ് MP എന്ന് പറഞ്ഞ താനൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരൻ കമന്റ് ഇട്ടു. അതായത് താങ്കൾ പിരിച്ചുവിട്ടാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക കേരളത്തിലെ പോലീസുകാരായിരിക്കുന്നു. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് പോലീസുകാരുണ്ട്. അയാൾ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിന്റെ വീഡിയോ പുറത്തു വന്നപ്പോൾ ഞാൻ അതിനെതിരെ, കസ്റ്റഡി മർദ്ദനത്തിനെതിരെ പറഞ്ഞതാണ്. അപ്പൊ ഈ കസ്റ്റഡി മർദ്ദനം അല്ലെങ്കിൽ നാട്ടുകാരെ നമുക്ക് തല്ലാം, കൈവയ്ക്കാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് പോലീസിൽ കുറെ പേര് തല്ലാനും ആ ഭാഗത്തേക്ക് പോകാത്ത ആൾക്കാരുണ്ട്. പക്ഷെ അവരെന്തോ ആയിക്കോട്ടെ, നമ്മൾ മൈൻഡ് ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന സംഭവം. ഇപ്പൊ തന്നെ ഈ പ്രതാപചന്ദ്രനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് പോസ്റ്റ് ഇട്ടു. നമ്മൾ പറയല്ലോ പോലീസുകാരെ സോഷ്യൽ മീഡിയ എഴുതാൻ പേടിയാണ് എന്നൊക്കെ പറയല്ലോ. പക്ഷെ ഒരുപാട് പേര് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോസ്റ്റ് ഇട്ടു ഈ സംഭവത്തിനെ പറ്റിയിട്ട്. പിന്നെ പലരും അദ്ദേഹം നല്ലൊരു ഓഫീസറാണ്, അടിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ അതിൽ കണ്ടത് അടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ കൈ നേരെ ഒരു സ്ത്രീയുടെ മാറത്തേക്കാണ് പോയത്. അത് എത്ര വലിയൊരു ഒഫൻസ് ആണ്. ഇപ്പൊ നമ്മളായാലും, ഇപ്പൊ നമ്മൾ ഏതൊരു മനുഷ്യനായാലും നമ്മളൊരു ഉന്തും തള്ളും ഉണ്ടാകുമ്പോൾ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും ആ സ്ത്രീയുടെ ആ സ്ത്രീയുടെ അപമാനിക്കുന്ന തരത്തിലൊരു സ്ഥലത്ത് തൊടാതിരിക്കാൻ ഏതൊരു മനുഷ്യനും ശ്രദ്ധിക്കും, സാധാരണ ബുദ്ധിയില്ല. പക്ഷെ അദ്ദേഹം അത്ര കൂളായിട്ട് അദ്ദേഹത്തിനൊന്നും സംഭവിക്കില്ല എന്നുള്ള ഉത്തരം വിശ്വാസത്തിൽ, അല്ലെങ്കിൽ ആ നേരത്തെ പറഞ്ഞ പോലെ ഒരു ശീലത്തിന്റെ ഭാഗത്തിലാണ് അയാൾ ആ തള്ളുന്നത്. പക്ഷെ പോലീസില് എനിക്ക് തന്നെ പലരും മെസ്സേജ് അയച്ചു, ആ സ്ത്രീയാണ് ആദ്യം തള്ളിയത്, അതിനുശേഷം ആണ് അദ്ദേഹം അടിച്ചത് എന്ന്. അതായത് ആ അടിയുടെ തൊട്ട് മുമ്പുള്ള മൊമെന്റ് കട്ട് ചെയ്തിട്ട്, അതിന്റെ മുമ്പെയാണ് ഈ സംഭവം നടക്കുന്നത്. അത് കട്ട് ചെയ്തിട്ട്, അതായത് നമ്മളിത് കാണുന്ന നമ്മളെപ്പോലും മാനിപ്പുലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസ് അയച്ചു തരുന്നത്. അപ്പൊ അത്തരത്തിൽ അടി എന്ന് അല്ലെങ്കിൽ മർദ്ദനം ഒരു തെറ്റല്ല എന്ന് വിചാരിക്കുന്ന ഒരു വലിയ വിഭാഗം പോലീസിലുണ്ട്. ഈ പ്രതാപേന്ദ്രന്റെ ബൈറ്റില് അവര് ഇങ്ങോട്ട് തള്ളിയപ്പോഴാണ് എന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടായെന്ന് പറഞ്ഞത്. അതൊരു ആക്ഷനായിട്ടാണ് മൂപ്പര് തന്നെ കണക്കാക്കുന്നത്. അത് പക്ഷെ തെറ്റായ ഒരു ആക്ഷനാണെന്ന് അയാൾക്ക് മനസ്സിലാവുന്നില്ല, അയാളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് മനസ്സിലാവുന്നില്ല. ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരാൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ആ ബന്ധുക്കളെ വിവരം അറിയിക്കണം എന്ന് നിയമമുണ്ട്. അറിയിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി ഒപ്പിട്ടാണ് അയാളെ കോടതിയിൽ കൊണ്ടുവന്നത്. സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീ 2 കുട്ടികളായിട്ട് ആ സ്റ്റേഷനിലേക്ക് കയറി വരുന്നു. അവരുടെ ഒരു മാനസികാവസ്ഥ ഭർത്താവിനെ തല്ലുന്നു എന്നുള്ള സാഹചര്യത്തിലേക്കാണ് വരുന്നത്. ആ പോലീസ് സ്റ്റേഷനിൽ ശ്രദ്ധിച്ചാൽ അവിടെ അറിയാം, ഒരൊറ്റ വനിതാ പോലീസിന് മാത്രമേ യൂണിഫോം ഉള്ളൂ. അവിടെ പോലീസുകാരാണോ ഗുണ്ടകളാണോ ഒന്നും മനസ്സിലാവാത്തൊരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് അവർ വരുന്നു, അവരെ കുറെ പേര് കൂടി തടയുന്നു, അതിന്റെ ഇടയ്ക്ക് എന്തും ഉണ്ടാവുന്നു. സത്യത്തിൽ ആ സ്ത്രീ അദ്ദേഹത്തെ അടിക്കുന്നില്ല അല്ലെ എന്ന് ഒരു ബോധ്യം അവർക്കുണ്ടെങ്കിൽ അവർ ആ ബഹളം ഉണ്ടാക്കൂല. ആ സ്ത്രീ വന്ന സ്ഥിതിക്ക് അയാളെ മാറ്റി നിർത്തിയിട്ട് ഇവരെ മാറ്റി നിർത്തി ഇവരോട് സംസാരിക്കും, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമം അവിടെ ഉണ്ടായില്ല. പകരം അങ്ങോട്ടും ഇങ്ങോട്ടും അവര് വന്ന അതിനേക്കാളും പാനിക്കായിട്ട് പോലീസ് അങ്ങോട്ട് ചെയ്യാൻ പാടില്ലല്ലോ. എന്ന് മാത്രമല്ല, ഇവരെ തല്ലിയതിനു ശേഷം ഇതേ പ്രതാപേന്ദ്രൻ അപ്പുറത്ത് പോയിട്ട് ഭർത്താവിനെ വീണ്ടും തല്ലുന്നുണ്ട്, തലയിലടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു എത്ര വലിയ ഒഫൻസ് ആണ്. ഒരു ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് ഭാര്യയെ മാറത്ത് പിടിച്ച് തള്ളുന്നു, അടിക്കുന്നു, എന്നിട്ട് ഭർത്താവിനെ വീണ്ടും അടിക്കുന്നു. അപ്പൊ അതൊരു പോലീസ് സ്റ്റേഷൻ തന്നെയാണോ നമുക്ക് സംശയം തോന്നും. അത് 1 വർഷമായി ആ സംഭവം നടന്നിട്ട്. ഹൈക്കോടതിയിൽ നിന്നാണ് CCTV കിട്ടാനുള്ള ഉത്തരവ് വൈകിയത്. അതിന് മുമ്പ് സുജിത് കുമാറിന്റെ വിഷയം നമുക്കറിയാം. 2020 സുപ്രീം കോടതിന്റെ ഉത്തരവ് പ്രകാരമാണ് ഈ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ ഇന്ത്യയിൽ മുഴുവൻ CCTV സ്ഥാപിക്കണം എന്ന് ഉത്തരവ് വന്നിട്ടുള്ള. നിങ്ങളൊരു 2-3 പോലീസ് സ്റ്റേഷനുകളിൽ അതിനുശേഷം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ കേരളത്തിലെങ്കിലും മിനിമം ഈ പറയുന്ന ഉത്തരവ് പൂർണ്ണമായിട്ട് പാലിക്കപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ ഫറോക്ക് പോലീസ് സ്റ്റേഷനിൽ ഞാൻ ജോലി ചെയ്തിരുന്നു. അവിടുത്തെ ക്യാമറ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പോലീസുകാർ റെസ്റ്റ് എടുക്കുന്ന റൂമിൽ ഒഴികെ എല്ലായിടത്തും ക്യാമറയുണ്ട്. ഈ ഇടവഴികളിലുണ്ട്, പിന്നാമ്പുറത്തുണ്ട്, എല്ലാ ഭാഗത്തുണ്ട്. ഈ 12 ക്യാമറ പല സ്ഥലത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആറന്മുള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ക്യാമറ ഇല്ലാത്ത സ്ഥലങ്ങളാണ് കൂടുതൽ. ഒരു 3-4 ക്യാമറയൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും. എണ്ണം തികച്ചിട്ടുണ്ടാവും. ആ സ്റ്റേഷനിൽ ഒരുപാട് സ്ഥലങ്ങൾ ക്യാമറ ഇല്ലാത്തതുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇത് സൗണ്ടും കൂടെ റെക്കോർഡ് ആവുന്ന തരത്തിലുള്ള ക്യാമറകളല്ല. അതെ. അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട്. പിന്നെ ഈ ദൃശ്യങ്ങൾ കൊടുക്കാതിരിക്കുക എന്നുള്ളത് വളരെ
പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഇടയിൽ നിങ്ങളുടെ തന്നെ മുമ്പത്തെ സസ്പെൻഷന്റെ കാരണമായിട്ട് പറയുന്ന അതിനകത്ത് വന്ന പ്രതിയെ CCTV ക്യാമറ ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് മാറ്റിക്കിടത്താൻ നിങ്ങളോട് തന്നെ പറയുന്നുണ്ടായിരുന്നു. അതെ 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 അതെ, അത് CK മനോജ് ഇന്നത്തെ അതായത് അയാളെ ഇറക്കി വിടണം എന്ന് പറഞ്ഞ് ഞാൻ ഇറക്കി വിട്ടില്ല. അപ്പൊ അയാളെ ലോക്കപ്പിൽ നിന്ന് മാറ്റി അപ്പുറത്ത് ക്യാമറ ഇല്ലാത്തടത്ത് കിടത്താൻ പറയുന്നു. അങ്ങനെ അതായത് ആ ലോക്കപ്പിനോട് ചേർന്നുള്ള ഭാഗത്ത് പോലും ക്യാമറ എത്താത്ത സ്ഥലങ്ങളുണ്ട്, കാഴ്ച എത്താത്ത സ്ഥലങ്ങളുണ്ട്. അപ്പൊ കേരളത്തിൽ അപ്പൊ എല്ലാ സ്റ്റേഷനുകളിലും ഈ പറഞ്ഞ CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടോ? സ്ഥാപിക്കാത്ത സ്റ്റേഷനുണ്ട്. ഇപ്പൊ വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ CCTV ഇല്ല. അത് വാടക കെട്ടിടം ആയതുകൊണ്ട് അവിടെ സ്ഥാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ CCTV ഇല്ലാത്ത സ്റ്റേഷനുകളുണ്ട്. ഉള്ളത് തന്നെ എല്ലായിടത്തും ഇല്ലാത്ത സ്ഥാനങ്ങളുണ്ട്. ചില സ്ഥലത്ത് ഉള്ളതുണ്ട്. ഉള്ളിടത്തു നിന്ന് വിഷ്വല് കൊടുക്കാത്ത സാഹചര്യമുണ്ട്. ഇപ്പൊ വിഷ്വല് കൊടുക്കാൻ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഒരു കിട്ടുന്ന മറുപടി എന്ന് പറയുന്നത് 1 മാസം കഴിഞ്ഞിട്ടാണ് മറുപടി തരുന്നത്. 1 മാസത്തിന്റെ സമയം എടുത്തിട്ട്, പൂർണ്ണമായ സമയം എടുത്തിട്ടാണ് മറുപടി തരുന്നത്. അതായത് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നു. അപ്പൊ ഞങ്ങൾ ആ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ മോശമായ പെരുമാറ്റം ഉണ്ടായി, അപ്പം നമ്മൾ അവിടെ നിന്ന് CCTV ദൃശ്യങ്ങൾ വേണം. ഇത് പറയുമ്പോൾ നമുക്ക് തരുന്ന മറുപടി ആ സമയത്ത് സ്റ്റേഷനിൽ പോക്സോ കേസിലെ വിക്ടിം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റ് രഹസ്യമായി വെക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് CCTV വിഷ്വൽസ് തരാൻ നിർവാഹമില്ല എന്നാണ് മറുപടി തരുന്നത്. ഈ മറുപടി തരാൻ 30 ദിവസം എടുക്കുന്നു. അതായത് സമയം. അത് ഈ മറുപടി കൊടുക്കാൻ 30 ദിവസം കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. രേഖകൾ റെഡിയാക്കാനും തയ്യാറാക്കാനാണ് 30 ദിവസം അനുവദിച്ചിരിക്കുന്നത്. ഇതില്ല എന്ന് പറയാൻ വേണ്ടി 30 ദിവസം വെക്കും. എന്നിട്ട് നമ്മളത് അപ്പീൽ കൊടുക്കും. അപ്പീൽ കൊടുത്തിട്ട് അപ്പീൽ അധികാരി ഇതുപോലെ 30 ദിവസം എടുക്കും. 30 ദിവസം എടുത്തു കഴിഞ്ഞിട്ട് ഇത് തരില്ല എന്ന് പറയും. പിന്നെ അങ്ങനെ നമ്മൾ പോയി വിവരാവകാശ കമ്മീഷനിലെത്തി അവിടെ നിന്നും കിട്ടാതെ വരുമ്പോഴാണ് ഹൈക്കോടതിയിൽ എത്തുന്നത്. അങ്ങനെ കോടതിയിൽ എത്തിയിട്ടാണ് ഇപ്പോ സുജിത്തിന്റെ കേസിലായാലും ഈ കേസിലൊക്കെ ആയാലും വിഷ്വൽസ് കിട്ടുന്നത്. ഈ CCTV സ്ഥാപിക്കണമെന്ന് പറയുന്ന ഉത്തരവിനകത്ത് ഇത് 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു പീരിയോഡിക്കലായിട്ട് ജില്ലാ പോലീസ് മേധാവി, ഈവൻ വനിതാ കമ്മീഷൻ, ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ഒക്കെ, പിന്നെയും കുറെ ആൾക്കാരുണ്ട്, അവരൊക്കെ ഉൾപ്പെട്ട ഇത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ഇവരെല്ലാവരും ഉൾപ്പെട്ട ഒരു സമിതിയെ നിയോഗിക്കണം എന്നും കൂടിയിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അത്തരം ഒരു സമിതി നിലവിലുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അട്രോസിറ്റീസ് ഒക്കെ ഈ ആഭ്യന്തര സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ കാണുകയും വെരിഫൈ ചെയ്യുകയൊക്കെ പീരിയോഡിക്കലായിട്ട് ചെയ്യേണ്ട ഒരു സംഗതിയല്ലേ? ചെയ്യേണ്ടതാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ സംഭവങ്ങൾ അറിയണ്ടേ? അതെ, പ്രതാപേന്ദ്രന്റെ കേസിൽ തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി പോയിട്ടുണ്ട്. എളുപ്പത്തിൽ CCTV പരിശോധിക്കാനായിട്ട് അതിന് നിയോഗിക്കപ്പെട്ട ആഭ്യന്തര സെക്രട്ടറിയും കൂടി ഉള്ള ഒരു സംവിധാനമല്ലേ? അപ്പൊ അത് കണ്ടിട്ടുണ്ടാവില്ലേ സത്യത്തിൽ? തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും, സംരക്ഷിക്കുന്നതായിരിക്കും. അതാണ് പരാതി. ചിലപ്പോ ആഭ്യന്തര സെക്രട്ടറി കണ്ടിട്ടില്ലെങ്കിലും അവിടുത്തെ SP എങ്കിലും കണ്ടിട്ടുണ്ടാവും. അതെ. പക്ഷെ അതിൽ എങ്ങനെ ഇയാളെ സംരക്ഷിക്കാന്നുള്ളതിനാണ് പിന്നെ അവര് പരീക്ഷണങ്ങൾ നടത്തുന്നത്. നിങ്ങൾ ഇൻസൈഡ്, ഇപ്പൊ ക്രിട്ടിക്കൽ ഇൻസൈഡർ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതേപോലെ പോലീസ് വകുപ്പിനകത്ത് ഉന്നത ഉദ്യോഗസ്ഥരോട് ഇങ്ങനെ ഇഷ്യൂ ഉണ്ട് എന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതോ ആദ്യമേ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയാണോ ചെയ്തിട്ടുള്ളത്? അല്ല, തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ AV ജോർജിന്റെ സമയത്തൊക്കെ നമ്മുടെ ഈ ഹെൽമെറ്റിന്റെ ഇഷ്യൂ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പരാതികളൊന്നും എവിടെ എത്തിയിട്ടില്ല, നടപടി എടുത്തിട്ടില്ല. ഇപ്പൊ മുഖ്യമന്ത്രിക്ക് ഞാൻ കൊടുത്ത അവസാനത്തെ ഗുണ്ടാബന്ധത്തെ കുറിച്ചുള്ള പരാതി തന്നെ, ആ പരാതിയിൽ എന്തെങ്കിലും നടപടി എടുത്തോ? അതിൽ എന്നെ വിളിച്ച് ചോദിച്ചിട്ടില്ല, അതിലൊരു നടപടി എടുത്തിട്ടില്ല, അതിലൊരു അന്വേഷണം നടത്തിയിട്ടില്ല. പകരം പരാതി കൊടുത്ത എന്നെ സസ്പെൻഡ് ചെയ്യാണ് ചെയ്തത്. പരാതി അയച്ച സമയത്ത് തന്നെയാണോ ഫേസ്ബുക്കിൽ കൊടുത്തത്, അതോ അതിന് കുറെ സമയം കഴിഞ്ഞിട്ടല്ല? പരാതി കൊടുത്തതിന്റെ അടുത്ത ദിവസം തന്നെ നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ടു. കാരണം അപ്പോഴത്തേക്ക് നമുക്ക് അത്രയും എക്സ്പീരിയൻസ് ആയി. ഇപ്പൊ ആതിരയുടെ വിഷയം ഉണ്ടായിരുന്നല്ലോ, ആതിരയുടെ വിഷയം ഉണ്ടായിട്ട് ആതിര അതേപോലെ പരാതി കൊടുത്തു. പരാതി കൊടുത്ത് AV ജോർജിനും സുദർശനും ഒക്കെ എതിരായിട്ടുള്ള പരാതിയാണ് കൊടുത്തത്. ആ പരാതി, മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി വന്ന് എത്തി IG കൊടുത്തു. IG അത് കോഴിക്കോട് DCRB DYSP ആണ് അന്ന് അന്വേഷിച്ചത്. അതായത് DCRB DYSPനേക്കാളും സീനിയർ ആയൊരു ഓഫീസറെ കുറിച്ച്, സീനിയർ ആയിട്ടുള്ള DYSP, അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥനായിട്ടുള്ള കമ്മീഷണർ, ഇവർക്കെതിരെയുള്ള പരാതി അന്വേഷിക്കുന്നത് DCRB DYSP. ഈ പ്രഹസനമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് ഈ പറഞ്ഞ പ്രഹസനത്തിൽ നിൽക്കാതിരുന്നത്. അതന്നെ നിങ്ങൾ പറയുന്നുണ്ട് മറുപടിക്കകത്ത് പറയുന്നത്, ആ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് തന്നെ പറയുന്നുണ്ട്, തുടക്കത്തിൽ വളരെ വിനയപൂർവ്വം ഭവ്യതയോട് കൂടിയിട്ടുള്ള ഭാഷയിൽ തന്നെ ആണ് മറുപടികൾ കൊടുത്തിരുന്നതെന്ന്. പിന്നീട് അതിനൊരു എവല്യൂഷൻ സംഭവിക്കുക ചെയ്യുന്നത്. ആ എവല്യൂഷൻ ഭാഷാപരമായിട്ടും ഒരു നിങ്ങളുടെ ഒരു ധൈര്യത്തിന്റെ കാര്യത്തിലൊക്കെ മാറ്റം സംഭവിക്കുന്നുണ്ട്. കാലക്രമേണ സംഭവിക്കുന്ന ആ മാറ്റം എന്തായിരുന്നു? സ്വാഭാവികമായിട്ടും നമ്മളിന്റെ അനുഭവങ്ങളാണ് നമ്മളെ മാറ്റുന്നത്. നമ്മൾ ഒരു പോലീസ് സ്റ്റേഷനിൽ, ഇപ്പൊ ഒരു സാധാരണക്കാരൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്നത് അയാൾക്കൊരു നീതി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. സാധാരണഗതിയിൽ നമ്മൾ വഴി പോകുമ്പോൾ കയറി ചെല്ലുന്ന ഒരു സ്ഥലമല്ല, നമ്മൾ ഒരു അവസാനത്തെ പ്രതീക്ഷ എന്നുള്ള നിലയ്ക്കൊക്കെ ആയിരിക്കും പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുന്നത്. അവിടെ നിന്ന് നീതി കിട്ടാതാവുമ്പോൾ അയാളെ നിസ്സഹായനാവുകയാണ്. പിന്നെയാണ് അവർ ഈ പോരാട്ടത്തിലേക്കൊക്കെ വരുന്നത്. അതുപോലെ തന്നെ നമ്മളും ഡിപ്പാർട്ട്മെന്റിനകത്തുള്ള പ്രശ്നങ്ങൾ നമ്മൾ പറയുന്നു ഇങ്ങനെയാണെന്ന്. ഇപ്പം പത്തനംതിട്ട ആറന്മുള തന്നെ ഞാൻ പോലീസുകാരെ തെറി വിളിക്കരുത്, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനകത്ത് തെറി വിളിക്കരുത് എന്ന് പറയുന്നിടത്താണ് പത്തനംതിട്ടയിലെ പ്രശ്നം തുടങ്ങുന്നത്. അത് നമ്മൾ വളരെ മാന്യമായ ഭാഷയിൽ വളരെ വിനയത്തോടു കൂടി സാറിനോട് പറയുന്നതാണ്. പക്ഷെ പുള്ളി ഞാൻ വിളിക്കും, നീ ആരാ ചോദിക്കാൻ
എന്ന രീതിയിൽ വരുന്നു. അതുപോലെ അവിടെ തന്നെ ജിതിൻ എന്ന് പറഞ്ഞ പോലീസുകാരുണ്ട്. അപ്പൊ ഒരു 2 പ്രതികളെ പിടിച്ച സംഭവത്തിൽ അദ്ദേഹത്തിന്റെ ഒരു റിസർച്ചും എഫിഷ്യൻസിയും കൊണ്ടാണ് ഈ പ്രതികളുടെ പഴയ ചരിത്രം മുഴുവൻ ഇയാൾ കൊലപാതക കേസിലെ പ്രതികളാണ് എന്നൊക്കെ മനസ്സിലാക്കിയത്. പക്ഷെ CI വാർത്താക്കുറിപ്പ് തയ്യാറാക്കിയപ്പോ ജിതിന്റെ പേരില്ല അതില്. ക്രെഡിറ്റ് മൂപ്പരൽ മാത്രമല്ല പോലീസുകാരുണ്ട്, മൂപ്പര മേലുദ്യോഗസ്ഥനുണ്ട്, ഇതായിട്ട് ബന്ധമില്ലാത്തവരൊക്കെ ഉണ്ട്. പക്ഷെ ഈ പണിയെടുത്ത ജിതിൻ ഇല്ല. പണിയെടുത്ത ബാക്കിയുള്ളവരുണ്ട്, പക്ഷെ ജിതിന്റെ പേര് വിട്ടുപോയി, അത്രേ ഉള്ളൂ. അപ്പൊ ഞാനത് പറഞ്ഞു, സാർ ജിതിന്റെ പേരും കൂടി ചേർക്കേണ്ടതെന്ന്. അപ്പൊ അത് ഈഗോ ആയി. അപ്പൊ അതിന് ഭയങ്കരമാക്കി എന്നെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി, സ്റ്റേഷനിലെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പൊ അദ്ദേഹത്തോട് പറയുന്നത്, പിന്നെ ഞാൻ അതുപോലെ ഈ തെറി വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മൈൻഡ് ചെയ്തില്ല, നമ്മളെ ചീത്ത വിളിച്ചു. ഞാനത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, അതോടുകൂടി നിർത്തി. റിസൾട്ട് ഉണ്ടായി. പിന്നെ എനിക്ക് തോന്നുന്നില്ല എപ്പോഴും അയാൾ ഒരു പോലീസുകാരനെ തെറി വിളിക്കാൻ, അയാൾ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനകത്ത് തെറി വിളിക്കാൻ ധൈര്യപ്പെടും തോന്നുന്നില്ല. അതുപോലെ തന്നെ ഈ ഹെൽമെറ്റിന്റെ ഇഷ്യൂ നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിനകത്ത് ആദ്യം ഉന്നയിച്ചിരുന്നു എന്ന് പറഞ്ഞു, അതെന്തായിരുന്നു സംഭവം? ഹെൽമെറ്റിന്റെ ഇഷ്യൂ ഞാൻ വന്നിട്ട് ഈ ഹെൽമെറ്റ് തലയിൽ വെച്ചു, അത് ഉപയോഗിക്കാൻ തലയിൽ വെച്ച് ചിൻസ്റ്റാപ്പ് ഇട്ടു. അപ്പൊ തന്നെ ഇത് ഇങ്ങനെ മുന്നോട്ട് തൂങ്ങി നിൽക്കുന്നുണ്ട്. അത് നമ്മള് കുറച്ച് കഴിഞ്ഞപ്പോ അത് പൊട്ടി വീണു. ചിൻസ്റ്റാപ്പ് 2 പീസ് ഞാൻ ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. പിന്നെ നമ്മൾ അടുത്തുനിന്ന് ഒരു ബൈക്കിന്റെ ഹെൽമെറ്റ് എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ അന്ന് ഡ്യൂട്ടി ചെയ്യുന്നത്. തിരിച്ചു വന്നപ്പോൾ നമ്മൾ ഇത് ഹെൽമെറ്റ് കൊടുക്കുമ്പോൾ ഇത് ക്യാമ്പിലെ ഇത് സൂക്ഷിക്കുന്ന ക്വാർട്ടർ മാസ്റ്ററോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഈ ഹെൽമെറ്റ് തലയിൽ നിൽക്കാത്തതാണല്ലോ ഇതെന്ന്. അപ്പൊ പുള്ളി പറഞ്ഞു, നീ എഴുതുന്ന ആളല്ലേ, നീ എഴുതിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി വിചാരിച്ചിട്ടുണ്ടാവില്ല ഞാൻ എഴുതുന്നു വിചാരിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ആ ഫോട്ടോ എടുത്തു, ഞാൻ പിറ്റേഴ്സ് എഴുതുകയും ചെയ്തു. അതിന് അപേക്ഷ കൊടുത്ത്, പക്ഷെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഒരു അപേക്ഷ കൊടുത്തിരുന്നു, അതെവിടെ എത്തിയില്ല. അപ്പൊ അതിന്റെ അടുത്ത ദിവസമാണ് ഞാൻ പോസ്റ്റ് ഇടുന്നത്. എന്നിട്ട് ഇപ്പോ ഹെൽമെറ്റ് എല്ലാവർക്കും മാറ്റി കൊടുത്തല്ലോ അല്ലെ? അന്ന് അത് കഴിഞ്ഞ് അടുത്ത കോൺഫറൻസിന് പോയപ്പോ ഇതേ കടയിൽ നിന്ന് തന്നെ ഹെൽമെറ്റ്, വേറെ ഹെൽമെറ്റ് എത്തിച്ച് അവര് അത് തൽക്കാലം സോൾവ് ആക്കി. നിങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്, ഈ കൊളോണിയൽ കാലത്തെ ഒരു നിയമമാണ് ഇപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എഴുതാണ്ട ഒരു കോണ്ടെക്സ്റ്റ് ലാത്തി ചാർജിന്റെയും ഒക്കെ പശ്ചാത്തലത്തില് അതേ നിയമവും അതേ രീതികളും അതേ അട്രോസിറ്റിയും അക്രമവും ഒക്കെ തന്നെയാണ്. മനുഷ്യത്വപരമായിട്ടുള്ള ഒരു ഇടപെടലല്ല പൊതുജനങ്ങളോട് പോലീസ് കാണിക്കുന്നത്. അത് പഠിച്ചു വെക്കുന്നതേ അങ്ങനെയാണ്, ട്രെയിനിങ് പീരീഡിലെ അങ്ങനെ തന്നെയാണ് എന്ന് നിങ്ങൾ നമ്മളുടെ തന്നെയാണ് അത് ലാത്തി ചാർജിനെ കുറിച്ച് പറഞ്ഞ സമയത്ത്. ലാത്തി ചാർജില് പുതിയ ലാത്തി ഡ്രില്ല് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്നു. അതിനുശേഷം ഈ ആ ഒരു ബ്രൂട്ടൽ രീതിയിൽ നിന്ന് മാറ്റിയിട്ടുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ആ ട്രെയിനിങ് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഭൂരിപക്ഷം പോലീസുകാർക്കും അത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ സമീപനം അത്ര പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. നമ്മൾ ഈ വന്ന സാധനം ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ കയറി വന്ന ഒരു ബഹളം ഉണ്ടാക്കുന്ന സ്ത്രീയെ അടിക്കാം, ഒരു പുരുഷ പോലീസിനെ അടിക്കാം എന്നുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ, ആ അടിക്കാമെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അതാണ് ഈ സിസ്റ്റം, അതങ്ങനെയാണ് പോകുന്നത്. ഇപ്പൊ DGP പറയുന്നു പോലീസ് സ്റ്റേഷനിൽ മാന്യമായ പെരുമാറ്റം ഉറപ്പുവരുത്തുന്നു, കഴിഞ്ഞ ദിവസം പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് സർക്കുലറുകൾ ഒരുപാടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ മാന്യമായിട്ട് പെരുമാറണം, പൊതുജനങ്ങളോട് പുറത്തുനിന്ന് പെരുമാറുമ്പോൾ മാന്യമായിട്ട് പെരുമാറണം എന്നൊക്കെ. പക്ഷെ പലപ്പോഴും ഇത് ലംഘിക്കപ്പെടുമ്പോൾ അതിനെതിരെ കൃത്യമായിട്ട് നടപടി ഉണ്ടാകുന്നില്ല. അപ്പൊ എനിക്കെതിരെ ഇത്രയും കൃത്യമായിട്ടും വളരെ വേഗത്തിലും വരുന്ന നടപടിയൊന്നും ഇത് ലംഘിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്നില്ല. അപ്പോ അത് ഒരു പരിധിവരെ വളവുകയാണ്. അത് സിസ്റ്റത്തിന്റെ ഭാഗവും അത് ചൂണ്ടിക്കാണിക്കുന്നത് സിസ്റ്റത്തിന് പുറത്തുള്ള സംഭവമായിട്ടാണോ അവർ അത് ചൂണ്ടിക്കാണിക്കാൻ എല്ലാവരും പേടിക്കും പൊതുവെ. ഇപ്പൊ ഞാനൊക്കെ വന്നതിന് ശേഷമാണ് ഇപ്പൊ പോലീസുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സിസ്റ്റത്തിന് എന്തോ സംഭവിക്കാൻ പോകുന്നു, ഇയാളെന്തോ. ഇപ്പൊ തന്നെ പല ജില്ലയിലും പോലീസുകാർ വിളിച്ചിട്ട് പറയും, ഞാൻ ഇതിങ്ങനെ ചോദിച്ചപ്പോ DYSP ചോദിച്ചു ഉമേഷ് പള്ളിക്കുന്നിന് പഠിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരന് മെമ്മോ കൊടുത്തു. മെമ്മോ കൊടുത്തിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത്, താങ്കൾ ഇങ്ങനെ കേസിന്റെ ഇത്രയും ഫയലുകളുണ്ട്, താങ്കൾ അത് അന്വേഷണം പൂർത്തിയാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മറുപടി കൊടുത്തു. ഇന്നലെ പോലീസുകാരൻ വിളിച്ചപ്പോൾ പറഞ്ഞതാ, മെമ്മോ കൊടുത്തു. അപ്പൊ അയാൾ മറുപടി കൊടുത്തു, ഇതിന് വേണ്ട ഒരു സംവിധാനം എനിക്ക് ഒരുക്കി തന്നിട്ടില്ല. ഞാൻ എന്റെ കാശ് മുടക്കി വാങ്ങിച്ച ലാപ്ടോപ്പും എന്റെ കാശ് മുടക്കി വാങ്ങിച്ച പേപ്പറും ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ കേസുകൾ ചെയ്യുന്നത്. മാത്രമല്ല എന്റെ ഡ്യൂട്ടി സമയത്ത് ഈ കേസ് എഴുതാനുള്ള യാതൊരു സമയം തരുന്നത് എന്നെ മറ്റു ഡ്യൂട്ടികൾക്ക് ഇടുകയാണ്. കേസ് അന്വേഷിക്കാനോ അത് എഴുതാനോ ഉള്ള ഡ്യൂട്ടി സമയം എനിക്ക് അനുവദിച്ചിട്ടില്ല. ഞാൻ എന്റെ റെസ്റ്റ് സമയത്താണ് ഇത് എഴുതുന്നത്. അപ്പൊ ഇത്രേ എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് മറുപടി കൊടുത്തു. അപ്പൊ അതേപോലെ ഈ പുള്ളിയെ CI മറുപടി വാങ്ങിയിട്ട് DYSP അടുത്ത് കൊണ്ടുപോയിരുന്നു. അപ്പൊ DYSP അവിടെ നിന്ന് ചോദിച്ചത് ഉമേഷ് പള്ളിക്കുന്നതിന് പഠിക്കുകയാണോ എന്ന്. അപ്പൊ ഈ ചോദ്യം ചോദിക്കുന്നവരെ ആ രീതിയിൽ ഒരു മുദ്ര കുത്തുകയാണ് ചെയ്യുക. കോഴിക്കോട് കമ്മീഷണറായിരുന്ന AV ജോർജ് നിങ്ങളുടെ പിന്നാലെ നടന്നിട്ട് ഒരുപാട് മെമ്മോ തരികയും വിടാതെ പിന്തുടർന്ന് ദ്രോഹിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ സദാചാര ഗുണ്ടായിസം നടത്തിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പൊ സർവീസിലില്ല. അപ്പൊ ഈ ഒരു കോക്കസ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? നിങ്ങളെ വിടാതെ പിന്തുടരുന്നൊരു കൂട്ടം ഉണ്ടോ? അക്കാലത്ത് AV ജോർജിന്റെ ശിങ്കിടികളായിരുന്നിട്ടുള്ള കുറച്ച് ഓഫീസർമാരും ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമുക്കറിയാവുന്ന ആൾക്കാർ, അപ്പൊ അവരൊക്കെ കൂടി ഒരു ടീമായിട്ടായിരുന്നു നമുക്കെതിരെ വർക്ക് ചെയ്തിരുന്നത്. അപ്പം
അദ്ദേഹം ഇപ്പം പ്രശാന്ത് എന്നുള്ള പോലീസുകാരുണ്ട്. അപ്പൊ പ്രശാന്ത് തന്നെ വിളിക്കുമ്പോൾ നിങ്ങൾ എ.വി. ജോർജിന്റെ ഒരു ഫോട്ടോ വാങ്ങിയിട്ട് വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കണം. എ.വി. ജോർജ് വീടിന്റെ എ.വി. ജോർജ് വീടിന്റെ ഐശ്വര്യം. കാരണം ഉമേഷ് പള്ളിക്കുന്ന് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ വളർത്തിയെടുത്തത് എ.വി. ജോർജ് ആണ്. അപ്പൊ പിന്നെ ഇപ്പൊ നേരത്തെ ചോദിച്ചല്ലോ ഈ മെമ്മോകൾ എങ്ങനെയാണ് ഭാഷ മാറി വരുന്നതെന്ന്. അതിൽ എ.വി. ജോർജിന് വളരെ ഒരു പങ്കുണ്ട്. നമ്മൾ വളരെ റെസ്പെക്റ്റില് കാര്യമായിട്ട് മറുപടി കൊടുത്തിരുന്നത്. അപ്പോഴാണ് ഈ എ.വി. ജോർജ് മണ്ടൻ മെമ്മോകളൊക്കെ തരാൻ തുടങ്ങിയത്. കാട് പൂക്കുന്ന നേരം എന്ന സിനിമ താങ്കളുടെ ആസ്വാദനം എഴുതിയത് പോലീസ് സേനയ്ക്ക് അപമാനമാണെന്നൊക്കെ പറഞ്ഞിട്ട് മെമ്മോ തരുന്നത്. അപ്പൊ അതിനൊരു 7 പേജ് മറുപടി കൊടുത്തതിലാണ് നമ്മളിങ്ങനെ കുത്തി മറുപടി കൊടുക്കാൻ തുടങ്ങിയത്. പിന്നെ അതൊരു രസമായി. പിന്നെ നമുക്ക് ഇടയ്ക്ക് മെമ്മോ കിട്ടുന്നു, നമ്മൾ മറുപടി കൊടുക്കുന്നു. അങ്ങനെ അപ്പൊ എ.വി. ജോർജ് റിട്ടയർ ആയി പോയി. അയാളെന്നെ വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ നമ്മൾ പിന്നെയും പോലീസിൽ തുടർന്നു. പത്തനംതിട്ടയിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവിടുത്തെ ഒരു വിഷയം നമ്മൾ ഗ്രോവാസേട്ടന്റെ ഫോട്ടോ ഇട്ടതായിരുന്നു. ഗ്രോവാസേട്ടനെതിരെ കള്ളക്കേസ് എടുത്തു. ഗ്രോവാസേട്ടൻ വാദിക്കാതെ, ഗ്രോവാസേട്ടന് വക്കീലില്ലാണ്ട് ആ കേസ് പോലീസ് മാത്രം വാദിച്ചിട്ട് തള്ളിപ്പോയി. അങ്ങനെ അദ്ദേഹത്തിന് നിരപരാധി എന്ന് പറഞ്ഞ് പോലീസ് വിട്ട കേസാ. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തെന്നും പറഞ്ഞിട്ട് പത്തനംതിട്ട ഡിവൈഎസ്പി നന്ദകുമാർ എനിക്ക് മെമ്മോ വന്നു. അപ്പൊ അതിന് ഇതുപോലെ ഞാൻ മറുപടി കൊടുത്തു. അതായത് ഒരു നിരപരാധിയാണെന്ന് കോടതി വെറുതെ വിട്ട ഒരാളുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്തത് പോലീസിന്റെ അന്തസ്സിന് അപമാനമായി എന്ന് പറഞ്ഞിട്ടാണല്ലോ വരുന്നത്. അതല്ല പോലീസിന് അപമാനം എന്നിട്ട് ഈ മണൽ മാഫിയയും മണ്ണ് മാഫിയായിട്ടുള്ള ബന്ധം, പിന്നെ മദ്യപിച്ച് ലക്ക് കേട്ടിട്ട് ഡ്യൂട്ടിക്ക് പോകുന്നത്, അങ്ങനെ അതായത് അദ്ദേഹത്തിന് അറിയാവുന്നവർക്ക് അദ്ദേഹമായിട്ട് കണക്ട് ചെയ്യാവുന്ന കുറെ സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു മറുപടിയാണ് കൊണ്ടത്. പിന്നെ ദിലീപ് വന്നപ്പോ, ദിലീപ് എന്ന കേസിലെ പ്രതിയാ, ആ പ്രതിയെ കൂടെ പോലീസുകാരനെ കൂട്ടുവിട്ടു. ഈ സാധനങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മളന്ന് മറുപടി കൊടുത്തത്. അപ്പൊ അദ്ദേഹം മറുപടി തൃപ്തികരമല്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത മെമ്മോ വന്നു. നമ്മൾ പറഞ്ഞു നമുക്ക് തൃപ്തികരമായിട്ട് മറുപടി തരാൻ പറ്റില്ല, എന്റെ മറുപടി ഞാൻ തന്നു, അത് തൃപ്തികരമല്ലെങ്കിൽ താങ്കൾ നടപടി എടുക്കുക എന്ന് പറഞ്ഞിട്ട് മറുപടി കൊടുത്തു. അപ്പൊ പക്ഷെ ഇത് അദ്ദേഹത്തിന് ഭയങ്കര ഈഗോയായി. പിന്നെ നമ്മൾ സസ്പെൻഷനിലായി പോകുന്ന സമയത്തൊക്കെ നമ്മൾ അറിയുന്നത് ഇദ്ദേഹം PHQ പോകുന്നു, നമ്മളെ പിരിച്ചുവിടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. അപ്പൊ അത് പിന്നീട് ഒരു എന്നെ പിരിച്ചുവിട്ടേ പറ്റൂ എന്നുള്ള രീതിയിൽ ശ്രമങ്ങൾ നടത്തുന്നതായിട്ട് നമുക്കറിയാം. ഹോമിലും PHQ ഒക്കെ ആയിട്ട് ടീം, പത്തനംതിട്ട ടീം തന്നെ നടക്കുന്നതായിട്ടൊക്കെ നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് ആഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. അതെന്തായാലും വിജയിക്കും. കാരണം അതൊരു പ്രത്യേക ജില്ലയാണ് പത്തനംതിട്ട. അവിടെ ഇപ്പൊ നമുക്കറിയാലോ ശബരിമല സ്വർണം വരെ, അങ്ങനെ പലതരത്തിലുള്ള ക്രമക്കേടുകൾ നടക്കുന്ന ഒരു ജില്ലയാണ്. അധികാരം ഉപയോഗിച്ചിട്ട് പലതും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടുത്തെ ഒരു കോക്കസ് വിചാരിച്ചാൽ നമ്മളെ പുറത്താക്കാൻ പറ്റും. അതുകൊണ്ടായിരുന്നു എനിക്ക് ഇത് പിരിച്ചുവിടൽ നടക്കുന്നത് വളരെ കൃത്യമായിട്ട് ഉറപ്പുണ്ടായിരുന്നത്. ശരി. ഈ തലമുറ മാറ്റം പോലീസിൽ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് വരുന്ന പോലീസുകാരൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ്, വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, അവരെല്ലാം മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ചിട്ടുള്ള ആളുകളാണ്, വെൽ ട്രെയിൻഡ് ആണ്, ലോകകാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ധാരണകളിൽ എക്സ്പോഷർ ഉള്ള ആളുകളാണ്. പക്ഷെ ഈ മനോഭാവത്തിൽ പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിലുള്ള വ്യത്യാസമോ നിലനിൽക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു പുതിയ തലമുറ ആയാലും പോലീസിന്റെ ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോഴേ അതൊരു പ്രത്യേക തരത്തിലുള്ള ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമ്മൾ വരികയാണ്. ഹറാസ്മെന്റുകളും ഇതൊക്കെ ഉൾപ്പെട്ട ഒരു ട്രെയിനിങ് കഴിഞ്ഞ് വരുന്നു. അപ്പോൾ ചെറുപ്പക്കാരിലധികം അടിക്കാനുള്ള ഒരു ആവേശം, നമുക്ക് അടിക്കാം, നമുക്ക് അധികാരങ്ങളുണ്ട്, അങ്ങനത്തെ ഒരു തോന്നല്. അത് പലപ്പോഴും ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കുറച്ചു കാലം ജോലി ചെയ്ത് കഴിഞ്ഞ കുറച്ചൊരു പ്രായമായവർക്കാണ് അത് പണി വരും. ഇതിങ്ങനെ പ്രശ്നമാണ്, നമ്മൾ ആൾക്കാരോട് ഇങ്ങനെ പെരുമാറണം എന്നൊക്കെ. അതിപ്പോ ഒരു സ്ഥലത്ത് ഇപ്പോ ബറ്റാലിയനിലെ പോലീസുകാരായിരിക്കും അടി ഉണ്ടാകുന്ന സ്ഥലത്ത് കൊണ്ടുവിടുക. കാരണം അവർ വേഗം അടിച്ചോളും, അവർക്ക് വേറെ ഒന്നുമില്ല. പക്ഷെ അവിടുത്തെ ലോക്കൽ പോലീസുകാരാണെങ്കിൽ ചിലപ്പോൾ അടിക്കാൻ നാളെ കാണേണ്ട ആൾക്കാരാണ്. ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുണ്ട്. പക്ഷെ മാറ്റങ്ങൾ വരുന്നത് ഇവർ ചോദ്യം ചെയ്യാൻ തയ്യാറാവും, പുതിയ ആൾക്കാര്. അത് വളരെ ഒരു വ്യത്യാസമായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഈ അടിക്കാനുള്ള ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ പ്രതാപചന്ദ്രനെ പോലെയുള്ളവരെ ഹീറോ ആയി കാണുന്ന ഒരു വിഭാഗം പോലീസിലുണ്ട് ചെറുപ്പക്കാരിലും. അതുപോലെ തന്നെ ഹയറാർക്കി എന്ന് പറയുന്ന സാധനം, അധികാര ശ്രേണി ഏറ്റവും കൂടുതലുള്ളതും ഈ പോലീസ് സേനയിലാണെന്ന് തോന്നാറുണ്ട്. പുറത്തു നിൽക്കുന്ന നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. തൊട്ട് മേലുദ്യോഗസ്ഥനെ നിരന്തരം സാറേ എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ അടിമകളെ പോലെ നിൽക്കുന്ന കോൺസ്റ്റബിൾമാരും. ഇപ്പൊ നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വിചാരിക്കുക, അവരെല്ലാവരും SHO വരുന്ന സമയത്ത് ഭയങ്കര ഭവ്യതയോടുകൂടി സൈലന്റായി, പെട്ടെന്നൊരു നിശബ്ദത വരുന്നു. അത്തരം ഈ ഹയറാർക്കി കൃത്യമായി പാലിക്കുന്നുണ്ടോ? അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണോ? എങ്ങനെയാ അത് സംഭവിക്കുന്നത്? അത് ഓരോ പോലീസ് സ്റ്റേഷനും ഓരോ ഓഫീസർക്ക് അനുസരിച്ചിരിക്കും. ചിലര് എല്ലാവരെയും കൂടെ പിടിച്ച് കൊണ്ടു നടക്കുന്ന, എല്ലാവരും സഹപ്രവർത്തകരാന്ന് വിചാരിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടാവും. ചിലര് ഈ പറഞ്ഞ ഞാൻ അധികാരിയാണ്, ഇവർക്കൊന്നും ബുദ്ധിയില്ല. ഒരു പോലീസ് സ്റ്റേഷൻ നടക്കുന്ന പലപ്പോഴും അവിടുത്തെ പോലീസുകാരുടെ അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ആയിരിക്കും അവിടുത്തെ പേപ്പർ വർക്ക് നടക്കുന്നത്. ഇപ്പൊ കോടതിയിൽ എത്തുന്ന എല്ലാ ഫയലുകളും ഇവരായിരിക്കും എഴുതുന്നത്. അപ്പൊ ഇതൊന്നും അറിയാത്ത, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കേസെഴുത്തിനെ കുറിച്ചൊന്നും വലിയ ധാരണയില്ലാത്ത ഓഫീസർമാർ വരുമ്പോഴാണ് അവർ പലപ്പോഴും അധികാരം മാത്രമായിരിക്കും അവർ പ്രയോഗിക്കുക. ഞാൻ ഫറോക്ക് ജോലി ചെയ്തപ്പോ 3 SHOമാരുണ്ടായിരുന്നു. അലവി സാറായാലും, ബാലേന്ദ്ര സാറ്, സന്ദീപ് സാറ്. അപ്പൊ ഇവരാരും ഈ അധികാരത്തിന്റെ ഭയങ്കര രൂക്ഷമായൊരു പ്രയോഗം കണ്ടിട്ടില്ല.
അവർക്ക് കേസ് എഴുതാൻ അറിയാം. അവർ വിളിച്ച് ഈ കേസിന്റെ കാര്യത്തിൽ ഫയൽ വാങ്ങിക്കും, അത് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് അറിയാം. അങ്ങനെ ചെയ്യായിരുന്നു. പക്ഷെ ഞാൻ ആറന്മുള പോയപ്പോ നേരെ തിരിച്ചാണ്. അവിടെ ഫുള്ള് ചീത്തവിളിയാണ്. ചീത്തവിളി കൊണ്ടാണ് കാര്യങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞെട്ടിക്കുക എന്നുള്ള ആ ഒരു സാധനത്തിൽ. അതാണ് വ്യത്യാസം. ഇവിടെ രാംനാരായൺ ഇഷ്യൂ ഉണ്ടല്ലോ, ആൾക്കൂട്ടക്കൊല എന്ന് പറയുന്നത്. മധുവിന്റെ ഇഷ്യൂ നമുക്ക് മുമ്പേ അറിയാം. ഇത് 4 മണിക്കൂറിന് ശേഷമാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവിടെ അത് അറിഞ്ഞിട്ട് ആളുകൾ വരുന്നത്. അങ്ങനെയാണോ സംഭവിക്കേണ്ടത്? അത് അറിയാതിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഈ പാലക്കാട് എങ്ങനെ അത്ര ഡിലേ വന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മള് സ്വാഭാവികമായിട്ട് ഇപ്പൊ ചിലപ്പോ 2 കോളുകൾ ഒരേ സമയം വരും. രാത്രി ഒരു വണ്ടി ആയിരിക്കും പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവുക. ഇത് പകലാ നടന്നേക്കുന്നത്. അപ്പൊ ആ സമയത്ത് ആ ഒരു വണ്ടി ഒരു കോൾ അറ്റൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത സ്ഥലത്തെത്തുക. പക്ഷെ ഒരു എമർജൻസി സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വന്തം വണ്ടി എടുത്തിട്ടോ എങ്ങനെയായാലും പോലീസ് അവിടെ എത്താൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ എന്തുകൊണ്ട് പാലക്കാട് അങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അല്ല, ഞാൻ പോലീസിന്റെ ഭാഗത്ത് നിന്നിട്ട് പറഞ്ഞത് അത്രയും എക്യുപ്ഡ് അല്ലേ ഒരു ഇഷ്യൂ. പ്രത്യേകിച്ച് ഈ ആൾക്കൂട്ടക്കൊല പോലെയുള്ള സാധനങ്ങൾ നടത്തുമ്പോൾ ഇത്ര ആളുകൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സാധനം നടക്കുമ്പോൾ അവിടെ എത്തേണ്ടതല്ലേ എന്നുള്ളതാണ്. ആരും ഇൻഫോം ചെയ്യാനിട്ടായിരിക്കും. ഇൻഫോം ചെയ്യാനായിട്ടായിരിക്കണം. അത്ര ഡിലേ ഒന്നും എന്തായാലും വരാൻ സാധ്യതയില്ല. ഇപ്പൊ രാത്രിയൊക്കെ ആണെങ്കിൽ പറഞ്ഞ പോലെ ഒരു വണ്ടിയേ ഉണ്ടാവുള്ളൂ പോലീസിന്. പലപ്പോഴും പല സ്റ്റേഷനിലെ ഒരു മെയിൻ വണ്ടി SHO ആയിരിക്കും. ആ SHO പറയും ഇത് ഞാൻ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ചില SHOമാരുണ്ട്. പിന്നെ ഉള്ളത് ഒരു പാട്ടവണ്ടി ആയിരിക്കും. ഈ പാട്ടവണ്ടിയിലാണ് ഒരു ഡ്രൈവറും ഉണ്ടാവും, ചിലപ്പോൾ ഒരു ഹോം ഗാർഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഓഫീസർ ഉണ്ടാവും. ഇവരാണ് നൈറ്റ് പെട്രോളിംഗ്. അപ്പൊ നമ്മളിപ്പോ റോന്ത് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ട് അതുപോലെ. അപ്പൊ ഇവരിങ്ങനെ ഒരു കോള് വരുമ്പോ അങ്ങേറ്റത്ത് ഇപ്പൊ ഇവിടെ കോഴിക്കോട് സിറ്റിയിലാണെങ്കിൽ എളുപ്പമാണ്. ഫ്ലൈങ് സ്ക്വാഡുകൾ ഇഷ്ടം പോലെ 20 ഫ്ലൈങ് സ്ക്വാഡ് ഓടുന്നുണ്ട്. ഇപ്പൊ CRV എന്ന് പറയും. പിന്നെ വേറെ മൊബൈലുകളുണ്ട്, വനിതാ ഹെൽപ്പ് ലൈൻ ഉണ്ട്, പിന്നെ സ്റ്റേഷൻ മൊബൈലുകളുണ്ട്. പക്ഷെ ഇപ്പം ആറന്മുള പോലത്തെ ഒരു വലിയ സ്റ്റേഷൻ ആണെങ്കിൽ 6 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന സ്ഥലത്താണ് ഈ ഒരു വണ്ടി ഓടുന്നത്. പിന്നെ ഒരു കൺട്രോൾ റൂം വെഹിക്കിൾ വേറെ ഉണ്ടാവും. അപ്പൊ അത് പക്ഷെ ആ ഏരിയയിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ ഈ ഒരു സ്ഥലത്ത് പ്രശ്നം നടക്കുന്നു, അത് അറ്റൻഡ് ചെയ്യുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടേ മറ്റേ സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ. പിന്നെ സ്റ്റേഷനിൽ നമ്മൾ പകല് കാണുന്ന പോലെ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ പകലിൽ അതേ ആൾക്കാർ രാത്രി ഉണ്ടാവില്ല. രാത്രി സ്വാഭാവികമായിട്ട് ഈ നൈറ്റ് ഓഫീസർ, ഡ്രൈവർ, അതിനൊരു കൂടെ ഒരു ഹോം ഗാർഡ് ഉണ്ടെങ്കിൽ അത്. പിന്നെ സ്റ്റേഷനിൽ ഒരു GD 2 പാറാവുകാർ. ഇത്രേ രാത്രി സ്റ്റേഷനിൽ സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ഒരു ലേമൻ പെർസ്പെക്റ്റീവിലുള്ള പോലീസിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഇപ്പൊ മുമ്പാണെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ഒപ്പം പോകുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലായിരുന്നു. നമ്മൾ അവിടുത്തെ വാർഡ് മെമ്പറെയോ അല്ലെങ്കിൽ കൗൺസിലറെയോ ഒക്കെ കണ്ടിട്ട് അവരെയും കൂട്ടിയിട്ട് പോകുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. ഇപ്പോ പോലീസ് സ്റ്റേഷനുകൾക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കണം എന്നുള്ളതായിരുന്നല്ലോ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. അപ്പോ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരുടെ കൂടെ വരുന്ന ആളുകളിൽ എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടോ? ഇതിൽ വന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് താഴേക്കിടയിലുള്ള രാഷ്ട്രീയക്കാരുണ്ടല്ലോ. പണ്ട് ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ബിനു പപ്പുന്റെ ക്യാരക്ടർ ഉണ്ട് സൗദി വെള്ളയ്ക്ക എന്ന സിനിമയിൽ. അതൊരു രാഷ്ട്രീയക്കാരനാണ്. അയാൾ തൊട്ട അയൽക്കാരന്റെയോ നാട്ടുകാരന്റെയോ ഒരു പ്രശ്നങ്ങളായിട്ട് അയാളുടെ കൂടെ പോകുന്ന ഒരാളാണ്. അങ്ങനത്തെ ആൾക്കാരെ പൊതുവെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ അടുപ്പിക്കുന്നില്ല. കാരണം അവർക്ക് അപമാനിക്കാം. ഇപ്പൊ കഴിഞ്ഞ കസ്റ്റഡി മർദ്ദനത്തിന്റെ ഇഷ്യൂ ഉണ്ടായപ്പോ പറഞ്ഞല്ലോ, CPMകാർക്ക് പോലും പാർട്ടി പ്രവർത്തകർക്ക് പോലും സ്റ്റേഷനിൽ മോശമായ പെരുമാറ്റം ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അതേസമയം മറ്റു തലത്തിൽ ഈ പറഞ്ഞ ഉയർന്ന തലത്തിലുള്ള രാഷ്ട്രീയക്കാർ പറയുന്നതിലപ്പുറം പോലീസ് സ്റ്റേഷനുകൾ നീങ്ങൂല. ആ രണ്ട് തമ്മിൽ വർഗവ്യത്യാസം അതിനകത്ത് നിൽക്കുന്നുണ്ട്. അതെ. അത് 2 ക്ലാസ്സായി. സാധാരണ രാഷ്ട്രീയക്കാരും ഉയർന്ന രാഷ്ട്രീയക്കാരും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആഭ്യന്തര മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഈ സർക്കാർ വന്നപ്പോൾ തൊട്ടുള്ള ഒരു ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് പരാജയമാണ്. ഈ പറയുന്ന പോലെ ഗുണ്ടാബന്ധവും ആൾക്കൂട്ടക്കൊലയും മാവോയിസ്റ്റുകൾ വെടിവെച്ച് കൊല്ലലും UAPAയും നിരന്തര അഴിമതി ആരോപണങ്ങളും ADGP ഇഷ്യൂയും അങ്ങനെ നിരന്തര അങ്ങനെ വലിയ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ ഇതിന്റെ വലിയ ചർച്ചകളൊക്കെ ആവുന്നത്. ആഭ്യന്തര വകുപ്പ് ഇതിനകത്ത് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്താണ് സംഭവിക്കുന്നത്? പരാജയം എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? ആഭ്യന്തര വകുപ്പിന്റെ പരാജയം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആഭ്യന്തര വകുപ്പിൽ എന്ത് സംഭവിക്കുന്നെന്ന് അതിന്റെ വകുപ്പ് മന്ത്രി അറിയുന്നില്ല, അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിക്ക് അതിലൊരു നിയന്ത്രണം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. കാരണം അദ്ദേഹം നിയമസഭയിൽ തന്നെ പോലീസുകാരുടെ പ്രശ്നങ്ങൾ, അതായത് ജനങ്ങളുടെ പ്രശ്നങ്ങളല്ല, പോലീസുകാരുടെ പ്രശ്നങ്ങൾ, പോലീസുകാരുടെ ആത്മഹത്യ, വരിവരിയായിട്ട് പോലീസുകാർ ആത്മഹത്യ എന്ന സാഹചര്യമൊക്കെ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് യോഗ ചെയ്താൽ പരിഹരിക്കാവുന്ന പ്രശ്നം എന്നുള്ളത് പറഞ്ഞത് അന്ന് പ്രശസ്തമാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ വളരെ നിസ്സാരമായിട്ട് കാണുന്ന, അല്ലെങ്കിൽ ആരെങ്കിലും എഴുതി കൊടുത്തത് വായിക്കുന്ന ഒരു സംവിധാനമാണ് കാണുന്നത്. വകുപ്പിന് ഒരു ഹോം മിനിസ്റ്റർ പേടിയുള്ളതായിട്ടോ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പേടിയുള്ളതായിട്ടോ കാണുന്നില്ല. അങ്ങനത്തെ ഒരു പേടി ഉണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മലപ്പുറം ജില്ലയിലൊക്കെ സംഭവിച്ചതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അനസിനെ പോലെയുള്ള പോലീസുകാരെ ഈ പറഞ്ഞ വർഗീയമായിട്ടില്ലേ ഒരു മതത്തിന്റെ പേരിൽ മാത്രം മുദ്ര കുത്തി ചാപ്പയടിച്ച് ഇല്ലാതാക്കുന്നത്, അത് ഇടുക്കി ജില്ലയിൽ പല പോലീസുകാരും നേരിട്ടിട്ടുണ്ട്. അതിനൊന്നും യാതൊരു നിയന്ത്രണവും വരുന്നില്ല. പോലീസിൽ എന്ത് നടക്കുന്നു എന്ന് ആഭ്യന്തരമന്ത്രി
അറിയുന്നില്ല എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം. അനസിന്റെ കേസ് പറഞ്ഞതുകൊണ്ടാ. ഈ സസ്പെൻഷനിൽ ഇരിക്കുന്ന സമയത്താണ് അനസിന്റെ ഇഷ്യൂവിനകത്ത് നിങ്ങളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. അതെ അതെ അത് ഒരു പോലീസുകാരന്റെ കൂടെ നിന്നുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു. അതെ അതെ വർഗീയമായി ചാപ്പ കുത്തുന്ന അദ്ദേഹം കേസിന് പോവുകയും ആ കേസിൽ അത്തരത്തിലുള്ള ആരോപണം നിലനിൽക്കുന്നതല്ല എന്ന് മനസ്സിലാവുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു സംഭവം. പക്ഷെ അദ്ദേഹത്തെ തിരിച്ച് പോലീസിൽ എടുത്തിട്ടില്ല ഇപ്പോഴും. ഇല്ല ഇല്ല. ഇപ്പൊ നിങ്ങളുടെ സസ്പെൻഷൻ വന്ന സമയത്ത് വ്യാപകമായിട്ട് കാണുന്ന ഒരു കമന്റ് എന്താന്ന് വെച്ചാൽ ഈ അനസിനെ അനുകൂലിച്ചുകൊണ്ട് നിങ്ങൾ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിന്റെ പേരിലാണ് നിങ്ങളെ സസ്പെൻഡ് ചെയ്തത്, ഡിസ്മിസ് ചെയ്തത് എന്നുള്ള രീതിയിൽ ഇടതുപക്ഷ സർക്കിളുകളിലുള്ള ആളുകൾ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. വസ്തുതാവിരുദ്ധമാണ്. നിങ്ങൾ കൂടുതൽ കൂടെ നിന്നത് അതൊരു മനുഷ്യ അവകാശം എന്നുള്ള രീതിയിൽ മനുഷ്യത്വപരമായിട്ടുള്ള നിലപാടെടുക്കുകയാണ്. അത് സസ്പെൻഷൻ കാലയളവിലായിരുന്നു. അതിനെക്കുറിച്ച് ഈ ഡിസ്മിസൽ ഓർഡറിനകത്ത് ഒന്നും പറയുന്നില്ല. എന്നിട്ടും വസ്തുതാവിരുദ്ധമായ ഒരു നുണ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാ? അത് കൃത്യമായിട്ടൊരു ക്യാപ്സ്യൂൾ ആണ്. കാരണം എനിക്ക് സസ്പെൻഷൻ ഓർഡർ രാവിലെ കൊണ്ടുതരുന്നത് 10 മണിക്കാണ്. 10 മണിക്ക് തന്നെ ഈ സംഭവം ഞാൻ അത് പുറത്ത് വരുമ്പോൾ അല്ലെങ്കിൽ മീഡിയയിലോട് നമ്മൾ സംസാരിക്കുമ്പോൾ 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവണം. പക്ഷെ ഈ 10 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഈ ക്യാപ്സ്യൂള് പരക്കാൻ തുടങ്ങി. ഉമേഷ് പള്ളിക്കുന്നിനെ പിരിച്ചുവിട്ടത് എന്തിനാണെന്ന് അറിയുമോ? അതായത് അയാള് ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്തതിനാണ്. അനസ് എന്ന് പറഞ്ഞ പോലീസുകാരനെ ഇങ്ങനെ ഈ ബന്ധത്തിന് വിവരങ്ങൾ, രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയതിന്റെ പേരിൽ പിരിച്ചുവിട്ടു. അയാളെ സപ്പോർട്ട് ചെയ്തതിനാണെന്നൊക്കെയാണ് പറയുന്നത്. അതും എന്റെ പിരിച്ചുവിടലിന്റെ നോട്ടീസ് കിട്ടിയപ്പോൾ തന്നെ അത് പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് പല മീഡിയയിലും വന്നിട്ടുണ്ട്. മറുപടി നമ്മൾ പരസ്യമായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് അറിഞ്ഞിട്ടും, ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്, എന്നിട്ടും ഈ കടന്നൽക്കൂട്ടം ഇളകി വരുന്നത് പോലെ 1000-ത്തിലധികം പ്രൊഫൈലുകളിൽ നിന്ന് ഒരേ സമയം, അതായത് എന്റെ വാർത്ത, എന്റെ ബൈറ്റ്, അതിന്റെ അടിയിലൊക്കെ പോയിട്ട് കൃത്യമായിട്ട് ഒരൊറ്റ ടെക്സ്റ്റ്, ഇത്രയും പേരുണ്ടല്ലോ, ഒരു 10 ടെക്സ്റ്റ് ഉണ്ടായിക്കൂടെ? ഇതിലൊന്നുമില്ല. ഇത് ഒരു തരം അടിമ മണ്ടന്മാരെ പോലെ ഒരേ സാധനം എടുത്തിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സാധനം. അത് എനിക്ക് തോന്നുന്നു പ്രൊഫൈലിൽ കണ്ടത് ഞാൻ ടിറ്റോ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പ്രൊഫൈലിലാണ്. ബാക്കി പറഞ്ഞ ഒരുപാട് ആൾക്കാർ ഞാൻ നോക്കുമ്പോൾ വള്ളിക്കുന്നുകാരുണ്ട്, 5-6 പേരൊക്കെ നാട്ടുകാര്. നമ്മളെ ഫ്രണ്ട് 7 പേരുണ്ട് ഈ സാധനം ലൈക്ക് ചെയ്യല്ല, ഷെയർ ചെയ്തിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്രയും കാലം ഫ്രണ്ടായിട്ട് ഇതാണ് അവര് ഇപ്പൊ നോക്കിയാൽ ചിലപ്പോ കാണും എന്റെ ലൈക്ക് അടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരും ഉണ്ടാവും ചിലപ്പോൾ ഇത് ഷെയർ ചെയ്യുന്നത്. അതായത് ഒരു അടിമപ്പണി, ഒരു കൊട്ടേഷൻ കിട്ടിയിട്ട് ആ കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന പോലെ ഇതിങ്ങനെ പ്രചരിപ്പിക്കുന്നു. പക്ഷെ ആ പ്രചരിപ്പിക്കുന്നിടത്തൊക്കെ ജനങ്ങൾ മറുപടി കൊടുക്കുന്നുണ്ട്. ഡിസ്മിസൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്ന് വേണം നിങ്ങളുടെ റീസെന്റ് ആയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തന്നെയായിരുന്നോ? തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഇപ്പം ഇവര് ഒരു പോലീസുകാരനെ ഇപ്പൊ 144 പോലീസുകാരെ പിരിച്ചുവിട്ടു എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. ഈ 144 പേരെ എന്തിനു പിരിച്ചുവിട്ടു എന്ന് നമുക്കറിയില്ല. അവരുടെ വേഷം നമ്മൾ കേട്ടിട്ടില്ല. അത് ആരൊക്കെയാണെന്ന് നമുക്കറിയില്ല. അപ്പൊ അനസിനെ പോലെ നമ്മൾ പറഞ്ഞത് കൊണ്ട് മാത്രം പുറത്തറിയുന്ന കുറച്ച് പേരുണ്ടാവും. പിന്നെ മാങ്ങ മോഷ്ടിച്ചു എന്നുള്ളതും ഇതുപോലെ വാർത്തയായതുകൊണ്ട്, പിന്നെ ടീം മെഷീൻ വെച്ച് അങ്ങനെ കുറച്ച് പേരെ നമുക്കറിയാന്നല്ലാണ്ട് ഒരു 140 പേരെയും നമുക്കറിയില്ല. അപ്പോ ഇവർ എന്താണ് സംഭവിച്ചതെന്നും അറിയില്ല. പക്ഷെ എന്റെ കാര്യത്തിൽ അവർക്കും അറിയില്ല എങ്ങനെ പിരിച്ചുവിടൽ വന്നെന്ന്. അനസൊക്കെ ഒരു ആരോപണം വരുന്നു, 27ാമത്തെ ദിവസം പിരിച്ചുവിടപ്പെടുന്നു. എനിക്കറിയായിരുന്നു പിരിച്ചുവിടുന്നു. പക്ഷെ പിരിച്ചുവിടുന്നവരെ നമ്മൾ ഫൈറ്റ് ചെയ്ത് തന്നെ നിൽക്കും. നമ്മൾ ചോദിക്കാൻ കാര്യം അത് ഏത് ഘട്ടത്തിലാണ് നിങ്ങൾക്ക് അത് പിരിച്ചുവിടലിന് ഒരു സാധ്യത ഉണ്ടെന്ന് തോന്നി? അതിനു മുമ്പ് ഒരു കറക്റ്റീവ് മീൻസ് ഇതിനകത്ത് ഒരു സിസ്റ്റം നന്നാവും. എനിക്ക് അതിനകത്ത് തന്നെ നിങ്ങളുടെ ജോലിയാണല്ലോ, 23 കൊല്ലമായിട്ട് നിങ്ങൾ ഈ ജോലി ചെയ്യുന്ന ആളാ. ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് മറ്റൊരു തൊഴിലിലേക്ക് പോകാന്ന് പറയുന്നത് എളുപ്പവുമല്ല. അപ്പൊ ഇത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സമയത്ത് വേണ്ട, എന്റെ ജോലി, എന്റെ ശമ്പളം, എന്റെ കുടുംബം, അങ്ങനെ തോന്നിട്ട് മിണ്ടാതിരിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? അതോ സസ്പെൻഷനെങ്കിൽ ഡിസ്മിസൽ എന്നുള്ള ലൈനിൽ തന്നെയായിരുന്നോ? മിണ്ടാതിരിക്കണം എന്ന് തോന്നിയിട്ടില്ല. അതിനൊരു കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, നമ്മൾ പണി മേടിക്കുന്നു, നമ്മൾ ഇൻക്രിമെന്റ് പോകുന്നു, നമുക്ക് ഒരു വശത്ത് നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. വസ്തുതാപരമായിട്ട് ചോദിക്കട്ടെ, എത്ര ഇൻക്രിമെന്റ് കട്ടായിട്ടുണ്ട്? 30-ലധികം. ഒരു പരിധി കഴിഞ്ഞപ്പോൾ നമ്മൾ അത് എണ്ണാറില്ല. 30-ലധികം ഇൻക്രിമെന്റ് കട്ടായി. അതായത് 9 വർഷേ സർവീസ് ഉള്ളൂ. അപ്പൊ ഇവര് 30-40 വെട്ടിയിട്ട് എവിടെ പോയി വെട്ടാന്? ഈ ഒരു സന്ദർഭം ആകുമ്പോൾ നമ്മൾ ഒരുപാട് പോലീസുകാരെ വിളിക്കാൻ തുടങ്ങി. അതായത് അവർക്ക് പ്രശ്നം വരുമ്പോ, ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് ഒരു പോലീസുകാരൻ ആത്മഹത്യയിലേക്ക് പോയിട്ടുണ്ട്. ആ പോലീസുകാരനെ വിളിച്ചത്, ആ പോലീസുകാരന്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ അയാള് ഭാര്യയായിട്ട് വഴക്കുണ്ടായി, ഭാര്യ അടിച്ചു, കുടുംബ പ്രശ്നമാണ്. ഭാര്യ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അയാൾ ജോലി ചെയ്യുന്ന പോലീസ് സ്റ്റേഷനല്ല, അവർ താമസിക്കുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ. ഇവിടെ 2 കക്ഷികളും വിളിക്കുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനത്തെ കേസുകൾ 2 പാർട്ടി വിളിക്കും. പോലീസുകാരാണെങ്കിലും അല്ലെങ്കിലും വിളിക്കുന്നു, അവരെ സംസാരിക്കുന്നു. ഒത്തുതീർപ്പ് ആകുവാണെങ്കിൽ ഒത്തുതീർപ്പ്, അല്ലെങ്കിൽ കേസിന് പോകും. അങ്ങനെയാണ് ചെയ്യുക. അതുപോലെ ഇവർ 2 പേരെയും വിളിപ്പിച്ചു, ഇവരവിടെ നിൽക്കുന്നു. ആ സമയത്താണ് അവിടെ ഡിവൈഎസ്പി കയറി വരുന്നത്. ഈ ഡിവൈഎസ്പി കയറി വന്ന് തിരിച്ചിറങ്ങുമ്പോൾ ഒരു പരാതിക്കാരൊക്കെ എന്താ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കും. പക്ഷെ സ്റ്റേഷനിലെ ശ്രദ്ധ ഉണ്ട് എന്നുള്ള കാര്യമാണത്.
അപ്പൊ ഓരോരുത്തരും ഇന്ന കാര്യം എന്ന് പറയുന്നു. അപ്പൊ അതിനെ ചെയ്യുന്ന അദ്ദേഹം നിർദ്ദേശം കൊടുക്കുന്നു. അപ്പോഴാണ് ഇവർ ചോദിക്കുന്നത്, അപ്പൊ സാറേ ഇതിങ്ങനെ ഒരു ഗാർഹിക പീഡന പ്രശ്നമാണ്, അപ്പം ഭർത്താവ് പോലീസുകാരനാണ്. അപ്പോഴാണ് ഈ പോലീസുകാരൻ അറ്റൻഷൻ ആയത്. അതുവരെ ഡിവൈഎസ്പിയുടെ മുമ്പിൽ ചെന്ന് തലയുടെ വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പോലീസുകാരൻ മാറി നിന്നത്. അപ്പോഴാണ് ഡിവൈഎസ്പി നോക്കുമ്പോ ഇത്ര നേരം എന്നെ കണ്ടിട്ട് ഇവൻ സല്യൂട്ട് ചെയ്യാണ്ട് നിൽക്കുകയാണല്ലോ. ആ ഈഗോ കുത്തിയിട്ടായിരിക്കണം ഇയാൾ പറഞ്ഞു, ഇതെന്താ ഇയാൾക്ക് എന്താ ഡിവൈഎസ്പി കണ്ട അറിയില്ലെന്ന് ചോദിച്ചു. അറിയില്ല. അപ്പം പുള്ളി സല്യൂട്ട് സാർ ഇങ്ങനെ ഞാൻ ഇതാണെന്നൊക്കെ പറഞ്ഞത്. ഇത് അടിച്ചിട്ടുണ്ടല്ലോ, ഇത് FIR ഇടണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോയി. ഈ ഒരൊറ്റ വാക്കിന്റെ പുറത്ത് FIR ഇടുന്നു, കേസാവുന്നു, ഇയാൾ റിമാൻഡ് ചെയ്യുന്നു, പിന്നെ അയാൾ സസ്പെൻഷനായി. ആ സമയത്താണ് ഇയാൾ എന്നെ വിളിക്കുന്നത്, ഇങ്ങനെ സംഭവം ഉണ്ട്, ഞങ്ങള് അത് ഒത്തുതീർപ്പായി പോകേണ്ട കാര്യമായിരുന്നു, പക്ഷെ ഇങ്ങനെ സംഭവം ഉണ്ടായി എന്നൊക്കെ പറയുന്നത്. പിന്നെ ഒരു മെമ്മോ ചാർജ് കിട്ടിയിട്ടുണ്ട്, അപ്പൊ അതിന്റെ മറുപടി എഴുതാൻ സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അയച്ചോളൂ, ഞാൻ ഇന്ന് തിരക്കാണ്, നമുക്ക് അടുത്ത ദിവസം നോക്കാന്ന്. അപ്പൊ പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു, സാറ് സമയം എടുത്തോ, എനിക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടല്ലോ സാറേ, ഒന്നും പ്രശ്നമില്ല, സാറ് നോക്കിയിട്ട് ഞാനൊരു മറുപടി എഴുതാം, എന്നിട്ട് സാറ് ഒന്ന് കറക്റ്റ് ചെയ്താൽ തന്നാൽ മതി എന്നൊക്കെ പുള്ളി പറഞ്ഞു. അപ്പൊ ഞാനും ഓക്കെ പറഞ്ഞു. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി ആത്മഹത്യ ചെയ്തു എന്നുള്ള ഫോട്ടോ ആണ് വരുന്നത്. അപ്പൊ ശരിക്കും നമുക്ക് അപ്പൊ അതിനൊക്കെ ശേഷം നമ്മൾ എന്താ വെച്ചാൽ ഓരോ പോലീസുകാരനും വിളിക്കുമ്പോൾ 2 മണിക്കാണെങ്കിലോ 3 മണിക്ക് അങ്ങനെ വിളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ റോന്ത് സിനിമ കണ്ടിട്ട് രാത്രി 10 മണിക്ക് മുഴുവൻ വിളിച്ച് കുറച്ച് വെള്ളം അടിച്ചിട്ട് വിളിച്ചൊരു പോലീസുകാരുണ്ടായിരുന്നു. വിളിച്ചിട്ട് അപ്പൊ ആദ്യം പറഞ്ഞു ഒന്ന് വെക്കി, ഇയാൾ പറഞ്ഞതന്നെ പറഞ്ഞോണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ ഞാൻ എന്താ വെച്ചാൽ കേൾക്കാൻ നിൽക്കും, കാരണം ഒരു മനുഷ്യന്റെ ടെൻഷൻ അങ്ങനെ ആയിരിക്കുന്നു. ഒരു വയനാട് നിന്ന് ഒരു പോലീസുകാരൻ രാത്രി 10 മണിയായപ്പോ വിളിച്ചു, ഉമേഷ് സാർ, എനിക്ക് ഉമേഷ് സാറിനെ ഒന്ന് കാണണം, ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന്. അപ്പൊ എന്താ കാര്യം പറഞ്ഞാൽ മതി. അപ്പൊ പറഞ്ഞു അല്ല ഞാൻ നേരിട്ട് കാണണം, വരണം എന്നൊക്കെ. അങ്ങനെ ഈ 2 മണിക്ക് ആള് കോഴിക്കോട് എത്തി. മലപ്പറമ്പ് നമ്മൾ ഇരുന്നിട്ട് നമ്മൾ സംസാരിച്ചു. അപ്പൊ ഈ പുള്ളിയുടെ ഒരു സസ്പെൻഷനിലാണ്, അതിന്റെ ഡീറ്റെയിൽസും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പൊ വളരെ ഭീകരമായിട്ട് വേട്ടയാടപ്പെട്ട ഒരു മനുഷ്യനാണ്. അപ്പൊ പുള്ളി ആ നേരത്തെ തന്നെ കാണാൻ വന്നതെന്ന് വെച്ചാൽ പുള്ളിയുടെ ഭാര്യ പറഞ്ഞു ഞാൻ മോളും കൂടെ ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞു. ആ ഒരു സ്ട്രെസ്സിലാണ് പുള്ളി അപ്പൊ തന്നെ കാണാൻ വരുന്നത് വിചാരിക്കുന്നത്. അപ്പൊ ഇത്തരം പോലീസുകാരാണ് നമ്മളോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മളെ വിശ്വസിച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ മിണ്ടാതിരിക്കുക, നമ്മൾ പലർക്കുള്ള ഒരു പ്രതീക്ഷയും കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാന്ന് വിചാരിച്ചു. അതിലിനിപ്പോ നമുക്ക് നഷ്ടപ്പെടാൻ കുറച്ച് പൈസ നഷ്ടപ്പെടുമായിരിക്കും, വേറെ ഒന്നും നഷ്ടപ്പെടാനില്ല. ഈ പ്രതാപചന്ദ്രൻ എന്ന് പറയുന്ന SI ആ സ്ത്രീയോട് പെരുമാറിയത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു, അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ. വേറെ ഒരു ഇൻസിഡന്റ്, സ്ത്രീകളെടുത്ത് പോലീസിലുള്ള ആളുകൾ തന്നെ വളരെ മോശമായിട്ട് പെരുമാറിയ ഒരു ഇൻസിഡന്റ് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടു. ഉമേഷ് എന്ന് പറയുന്ന ഒരു പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യും. അയാളുടെ കൊളീഗായിരുന്ന പോലീസ് ആത്മഹത്യാക്കുറിപ്പിലാണ് ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി ഇട്ട് വന്നിട്ടുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സ്ത്രീയെ അയാൾ വിട്ടയക്കുകയും അന്ന് രാത്രി ആ സ്ത്രീയുടെ വീട്ടിൽ പോവുകയും അവരെ മോശമായിട്ട് സമീപിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വളരെ ദുരൂഹമായിട്ടുള്ള, നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വിഷയത്തിലുള്ള ഇത്തരത്തിലുള്ള പോലീസുകാരുടെ ഭാഗത്തു നിന്ന് വരുന്ന ആളുകളുടെ ഒരുതരം ബ്രൈബറി എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അവരെ സെക്ഷലിയും അല്ലാണ്ടൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ അത്തരം ഇൻസിഡൻസ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടു, അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ പോലീസ് സ്റ്റേഷനിൽ? അങ്ങനെ ഇതിപ്പോ ഒരു CIയുടെ ആത്മഹത്യാക്കുറിപ്പിലാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലുണ്ട്, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം വന്നത്. അപ്പൊ അന്ന് വടകര DYSPയെ സസ്പെൻഡ് ചെയ്തു. പിന്നീട് അതില് പിന്നെ എന്താ ഉണ്ടായെന്ന് അറിയില്ല. പിന്നെ നമ്മൾ വാർത്തകളൊന്നും കേൾക്കുന്നില്ല. സസ്പെൻഷനിലായി, പിന്നെ ആ കേസിൽ എന്ത് മുന്നോട്ട് പോയി എന്ന് അറിയുന്നില്ല. പല സ്ഥലത്തും നമ്മൾ പല വാർത്തകളായിട്ട് നമ്മൾ ഇങ്ങനെ വന്നിട്ടുണ്ട്, സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറിയ സംഭവങ്ങളും കാര്യങ്ങളും. പിന്നെ ഹണി ട്രാപ്പിൽപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ, തിരുവനന്തപുരത്തൊക്കെ ഹണി ട്രാപ്പിൽപ്പെട്ടിട്ട് സസ്പെൻഷനായ പോലീസുകാരുണ്ട്. സസ്പെൻഷനല്ല, അവരുടെ ജീവിതം ആത്മഹത്യ ചെയ്യാൻ പോകാന്നൊക്കെ പറഞ്ഞ ഭീഷണിയൊക്കെ വന്ന് ഭയങ്കര പ്രശ്നങ്ങളായ സംഭവങ്ങളുണ്ട്. ആ ഒരു പക്വതയില്ലായ്മ പല ഉദ്യോഗസ്ഥന്മാരും കാണിക്കുന്നുണ്ട്. കാരണം ഒറ്റപ്പെട്ട സ്ത്രീകളാണ്, അല്ലെങ്കിൽ ഭർത്താവിനെതിരെ പരാതി വരികയാണ് എന്നുണ്ട്. ഇപ്പൊ കോഴിക്കോട് തന്നെ ഒരു പോലീസുകാരൻ ഒരു കോൾ വന്നിട്ട് രാത്രി വീട്ടിൽ പോയി. പുള്ളി ഡ്യൂട്ടി ആയിട്ട് സ്വയം ഡ്യൂട്ടി ഏറ്റെടുത്തിട്ട് പുള്ളി സ്ത്രീയുടെ വീട്ടിൽ പോയി, എന്നിട്ട് സാന്ത്വനിപ്പിച്ചു. അത് എന്നിട്ട് അവസാനം ആ സ്ത്രീ ഹൈജീനെ വിളിച്ചു പറഞ്ഞു സസ്പെൻഷനായ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു പക്വത പോലീസുകാർ കാണിക്കണം. അത് കാണിക്കാത്ത പോലീസുകാർ ചിലരൊക്കെ ഉണ്ട്. ഈ സ്ത്രീകളുടെ കാര്യം പറയുമ്പോഴാ പോലീസ് സ്റ്റേഷനിൽ ജനസംഖ്യാനുപാതികമായിട്ട് വനിതാ പോലീസുകാരുടെ എണ്ണമില്ലാന്ന് നമ്മൾ തന്നെ മുമ്പുള്ള ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ട്. 2 വർഷം എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? എത്രത്തോളം പരിതാപകരമാണ് സ്ത്രീകളുടെ പ്രാതിനിധ്യം എന്നുള്ള വിഷയത്തിൽ പോലീസ് സ്റ്റേഷനുകൾ? നമ്മൾ 2 വർഷം മുമ്പ് സംസാരിച്ചതായിട്ട് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും 2 വനിതാ പോലീസുകാരൊക്കെയുള്ള പോലീസ് സ്റ്റേഷനുകളുണ്ട്. പോലീസ് സ്റ്റേഷനിലെ പകുതിയെങ്കിലും സ്ത്രീകൾ ആയാലും, ഇപ്പൊ കാരണം അത്രയാണല്ലോ എല്ലായിടത്തും. ഇപ്പൊ പഞ്ചായത്തിൽ പകുതി സ്ത്രീകളാണ്. അങ്ങനെ അപ്പൊ വനിതാ പോലീസ് ജനസംഖ്യാനുപാതികമായിട്ട് വനിതാ പോലീസ് ക്രൈം റേറ്റിൽ പക്ഷെ അങ്ങനെ ആയിരിക്കില്ല എന്ന് തോന്നുന്നു അല്ലെ? ക്രൈം റേറ്റില് സ്ത്രീകളുടെ അനുപാതം കുറവായിരിക്കും. പക്ഷെ ഈ വനിതാ പോലീസിന് പുരുഷ പ്രതികളെ ഡീൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കേസ് അന്വേഷണം ആയാലും ഒക്കെ അല്ലെങ്കിലും സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് കൂടുതലാണല്ലോ, ക്രൈം അല്ലാത്ത ഇഷ്യൂസ് കൂടുതലുണ്ട്.
മാത്രമല്ല പ്രതികളായിട്ട് വരുന്നത് പുരുഷന്മാർ കൂടുതലാണെന്നുള്ളതാണ് ഇതിലൊരു സംഭവം. പക്ഷെ ആ പുരുഷന്മാരെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കരുത്തുള്ള സ്ത്രീകളാണ് ഇപ്പൊ വരുന്നത്. ഇപ്പൊ ഒരു വനിതാ പോലീസുകാർ എന്താ പറയുക, ഒരു വനിതാ പോലീസുകാരുടെ അടുത്ത് സാധാരണഗതിയിൽ ഒരു ഗുണ്ടയ്ക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രയും സ്ട്രോങ് ഉള്ള സ്ത്രീകളാണ്. അങ്ങനത്തെ ഉള്ള സ്ട്രോങ് ഉള്ള പോലീസ് സംവിധാനം വരണം, അതിൽ സ്ത്രീകൾ കൂടുതൽ വരണം. പക്ഷെ അവിടെ വരുന്നില്ല. ഈ ജനമൈത്രി പോലീസ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടല്ലോ, വലിയ സംഭവമായിട്ട് കൊണ്ടുവന്നതാണല്ലോ. ജനമൈത്രി ഉണ്ടോ പോലീസ് സ്റ്റേഷനുകളിൽ? ആ ഒരു ആശയത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ജനമൈത്രി എന്നുള്ള അന്ന് കൊണ്ടുവന്ന ആശയം പിന്നെ പലർക്കും അതിൽ താല്പര്യമില്ലാതായി. അപ്പൊ ഒരു ജനമൈത്രി ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. ഒരു 2 പേര് ജനമൈത്രി ബീറ്റുകാരുണ്ട്, അവര് പോയി വിവരങ്ങൾ എടുക്കുന്നു, അങ്ങനെ. പക്ഷെ ജനങ്ങളായിട്ട് അത് ഉദ്ദേശിച്ച ഒരു ലക്ഷ്യത്തിലേക്ക് ജനമൈത്രി പോലീസ് എത്തിയിട്ടില്ല. അപ്പൊ പലപ്പോഴും അതിന് പറയാറുള്ളത് പോലീസുകാർ ഈ ജനമൈത്രി കൊണ്ടാണ് ഈ ഗുണ്ടകൾ ഇങ്ങനെ പെരുകുന്നത്, പോലീസുകാരുടെ തലയിൽ കയറുന്നത് എന്നൊക്കെയാണ്. അതിന്റെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്നാണ് അനുഭവം. ഈ റോട്ടിലൊക്കെ പോലീസുകാര് ജനങ്ങളും തമ്മിൽ ഇപ്പൊ എനിക്ക് തന്നെ പേഴ്സണലി അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മള് അനാവശ്യമായിട്ട് നമുക്ക് എന്തിനാണ് ഇവര് നമ്മുടെ അടുത്ത് മെക്കിട്ട് കയറുന്നതെന്ന് മനസ്സിലാവാത്ത രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാവുന്നുണ്ട്. അത് ഇവരുടെ മാനസികാവസ്ഥ കൊണ്ടാണോ, അത് സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ടാണോ, അങ്ങനെ വേണമെന്നുള്ള എന്തെങ്കിലും പരിപാടി ഉണ്ടോ അതിനകത്ത്? അതെനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെ വ്യക്തിപരമായ ക്യാരക്ടറാണ്. ഇപ്പൊ ചില സമയത്തൊക്കെ പെറ്റി കേസ് പിടിക്കുന്നൊക്കെ ആണെങ്കിൽ സമ്മർദ്ദം ഉണ്ടെന്ന് വിചാരിക്കാം. ഇത്രണ്ണം പിടിക്കണം എന്ന് പറഞ്ഞ് പിടിച്ചിട്ടില്ലെങ്കിൽ രാവിലെ SP യുടെ ചീത്തയേക്കും, CA ക്ക് ചീത്തയേക്കും, CA ബാക്കിയുള്ളവർക്ക് കൊടുക്കും. അങ്ങനെ ഒരു സന്ദർഭമുണ്ട്. പക്ഷെ ആൾക്കാരോട് മോശമായിട്ട് പെരുമാറാൻ അതൊന്നും ഒരു കാരണമല്ലല്ലോ. ബിന്ദുവിന്റെ ഇഷ്യൂ വന്നപ്പോ അതിൽ കൃത്യമായിട്ട് പോലീസുകാര് വളരെ മോശമായിട്ടാണ് ഇവരുടെ അടുത്ത് പറഞ്ഞത്. പിന്നെ ആര് മോഷണ കേസിലും ഈ ജാതീയമായിട്ടുള്ള വേർതിരിവ്, ഹൈറാർക്കി, തിരിച്ച് ഉന്നത രംഗത്തിൽ നിൽക്കുന്ന ആളുകൾ വരുമ്പോൾ, സാമ്പത്തികമായിട്ടും ജാതീയമായിട്ടൊക്കെ മേൽത്തട്ടിൽ നിൽക്കുന്ന ആളുകൾ വരുമ്പോൾ വളരെ വിനീത വിധേയത്വം നിലനിൽക്കുകയും കുറ്റവാളികളായിട്ടോ ആരോപണ വിധേയരായിട്ടോ ആവശ്യങ്ങൾക്ക് വരുന്ന ആളുകളുടെ അടുത്തോ ഒക്കെ ഈ ജാതീയമായിട്ടുള്ള വേർതിരിവ്, വിവേചനം അത് പോലീസിനകത്ത് നിലനിൽക്കുന്നുണ്ടോ? അതില് ഞാൻ നേരിട്ട് കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്, ആറന്മുള സ്റ്റേഷനിൽ ഒരു മാല പിടിച്ചു പറിച്ചു. തമിഴ് സ്ത്രീകളാണ്. ഇവരെ പിടിച്ചുകൊണ്ടുവന്നിട്ട് സ്റ്റേഷനിലിട്ടിട്ട് ചവിട്ടി കൂട്ടാണ്. അപ്പൊ ഞാൻ കയറി ചെല്ലുമ്പോ കാണുന്നത് ഇവരുടെ നിലവിളി ഇവരെ ചവിട്ടി കൂട്ടുന്നതാണ്. അപ്പം പിന്നെ ഞാൻ ചെന്നപ്പോ സംഭവം നിന്നു. ചെറിയൊരു പേടിയുണ്ട്, ഞാൻ പോസ്റ്റ് ഇടുമെന്നുള്ളൊരു പേടി ഉണ്ട്. അതെ, ഓഫീസർമാരാ ചെയ്യുന്നത്. അപ്പൊ അന്ന് അത് കഴിഞ്ഞ് അവരെ ലോക്കപ്പ് ചെയ്തു. പിറ്റേ ദിവസം ഞാനായിരുന്നു GD. അങ്ങനെ അതായിരുന്നു ഒരു സംഭവം. അതേസമയം അവിടുത്തെ തന്നെ ഒരു പ്രമുഖ ഫാമിലിയിലെ ഒരു പയ്യനെ ഇതേപോലെ പിടിച്ചുകൊണ്ടുവന്നത്. അവൻ SIനെ തെറി വിളിച്ചിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി. കുറെ കേസിലെ പ്രതിയാണ്. SIനെ തെറി വിളിച്ചിട്ട് കൊണ്ടുവന്നതാണ്. അവനെ സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോ അവനെ എന്താ പറയാ VIP പരിഗണനയാണ്. അവന്റെ കൂടെ വന്നവര് CA റൂമിലിരുത്തി സ്വീകരിക്കുന്നു. ഇവൻ നന്ദനങ്ങളിനെ വിളിക്കുവപ്പാ, നന്ദനങ്ങളിനെ DSPയാ, നന്ദനങ്ങളിനെ വിളിക്കുവപ്പാ, വിളിക്കാതെ പറയുന്നു, പോലീസുകാരെ കരയാക്കുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. പക്ഷെ ഒന്നുമില്ല. അവരെ എനിക്ക് തോന്നുന്നു അന്ന് കേസ് പോലും എടുക്കാണ്ടാണ് അവരെ ആളെ ഇറക്കി വിട്ടെന്ന് തോന്നുന്നു. അപ്പൊ അത് ചെറിയൊരു ഉദാഹരണം. അപ്പൊ ആൾക്കാരെ കാണുന്നതിലും കയറി വരുന്ന ആൾക്കാരെ കാണുന്നതിലൊക്കെ ഒരു വ്യത്യാസം എപ്പോഴും ഉണ്ട്. ഇപ്പൊ ഇത്രയും ഇഷ്യൂസ് ഈ ചെറിയൊരു കാലയളവ്, ഏതാണ്ട് ഒരു 10 വർഷം അല്ലേ, ഇതിന്റെ ഉള്ളില് നിങ്ങൾ ഒരുപാട് ഇഷ്യൂസ് പോലീസിനകത്തെ ഈ പറയുന്ന ഒരുപാട് വിഷയങ്ങൾ, ചെറിയ കാര്യങ്ങൾ തൊട്ടിട്ട് സിസ്റ്റമിക് ആയിട്ടുള്ള ചേഞ്ചസ് ആവശ്യപ്പെടുന്ന വിഷയങ്ങൾ വരെ ഉന്നയിക്കാൻ ശ്രമിച്ച്, ആദ്യം അകത്തുന്നയിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട്, പരസ്യമായി ഉന്നയിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട്, ഇനി DIGക്ക് പരാതി കൊടുക്കാമെന്ന് ഈ ഡിസ്മിസൽ ഓർഡറിൽ അപ്പീൽ കൊടുക്കാമെന്ന് ഉള്ള ഒരു വകുപ്പും കൂടെ ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ, അതോ ഈ ഡിസ്മിസൽ ഇങ്ങനെ തന്നെ സ്വീകരിച്ച് വേറെ പണിക്ക് പോകാനുള്ള ഉദ്ദേശമാണോ എന്താ? അല്ല, ഈ അപ്പീൽ കൊടുക്കുമ്പോ ഞാൻ ഇപ്പൊ ഈ നോട്ടീസ് വന്നപ്പോ നമ്മൾ മറുപടി കൊടുക്കുമ്പോ തന്നെ പറഞ്ഞിരുന്നല്ലോ, നോട്ടീസ് നമ്മൾ കൊടുക്കും, പക്ഷെ അവര് തൃപ്തികരമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ പിരിച്ചുവിടും. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത് ഒരു പത്തനംതിട്ട SP മാത്രം ഒരു തീരുമാനമല്ല, മോളിൽ നിന്നുള്ള തീരുമാനമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അപ്പീൽ കൊടുക്കും. അപ്പീല് ഇതുപോലെ ഒരു പ്രശ്നമായി കണ്ട് താങ്കളുടെ വാദങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ പിരിച്ചുവിടുന്ന ഈ തീരുമാനത്തെ റദ്ദാക്കാനൊന്നും അവർ തയ്യാറാവില്ല. പക്ഷെ പിന്നീട് നമ്മൾ ട്രിബ്യൂണലിൽ പോകാം. ട്രിബ്യൂണലിൽ കേസ് നടത്തി നമുക്ക് ജയിക്കാം. അത് ഞാൻ അവിടെ നിന്ന് തള്ളി പോവുകയാണെങ്കിൽ ഹൈക്കോടതിയിൽ പോവാം. ആ ഒരു ഘട്ടത്തുമ്പോഴത്തേക്ക് ഞാൻ പോലീസിൽ തിരിച്ചു വരും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. പോലീസ് ചട്ടം അനുസരിച്ചിട്ടേ ഈ പൊതു വേദിയിൽ അല്ലെങ്കിൽ ഇപ്പോ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ചട്ടം അനുസരിച്ച് നോവൽ പോലും എഴുതാൻ പാടില്ല എന്നാണ് നിയമം എന്ന് എനിക്ക് തോന്നുന്നു. അത് കാലഹരണപ്പെട്ടതാണ്. അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമില്ല. എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ആ ചട്ടത്തിൽ ഒരു അമെന്റ്മെന്റും വന്നിട്ടില്ല. ഏതാണ്ട് സമാനമായിട്ടുള്ളൊരു സംഗതി തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന്. പക്ഷെ ഈ ചട്ടം അനുസരിച്ചാണോ പോലീസ് സേനാംഗങ്ങളെല്ലാം നിലനിൽക്കുന്നത്? ആ ചട്ടം അനുസരിച്ചുള്ള സംഗതികൾ പാലിക്കപ്പെടുകയാണെങ്കിൽ ഈ പോലീസുകാരൊക്കെ ഇന്ന്
സേനയിൽ ഉണ്ടാവോ? അച്ചടക്ക നടപടി എടുക്കേണ്ട ഒരുപാട് വയലേഷൻസ് നടത്തുന്നില്ലേ? അത് ഈ പറഞ്ഞ സ്വാധീനം താല്പര്യം ഇതൊക്കെ അനുസരിച്ചിരിക്കും. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ശിവശങ്കരൻ IAS അദ്ദേഹം പുസ്തകം എഴുതി, അത് അനുമതിയൊന്നും വാങ്ങാണ്ട് എഴുതിയതാന്നുള്ളത് ഇതാണല്ലോ. അതുപോലെ പോലീസുകാരൻ പുസ്തകം എഴുതാൻ വേണ്ടി കൊടുത്തിട്ട് കഴിഞ്ഞ ദിവസം പേരോർക്കുന്നില്ല, പുസ്തകം എഴുതാൻ കൊടുത്തിട്ട് അനുമതിക്ക് അപേക്ഷ കൊടുത്തിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. പക്ഷെ പലരും അനുമതി ഇല്ലാണ്ട് പുസ്തകം ഇറക്കുന്നുണ്ട്, പലരും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, സിനിമ എടുക്കുന്നുണ്ട്. ഇപ്പൊ AV ജോർജ് കമ്മീഷനെ സ്വന്തം പേരിൽ നിർമ്മാതാവായി സിനിമ എടുത്തു, മലബാർ ഗോൾഡിന്റെ പൈസ മേടിച്ചിട്ട്. അതിലൊന്നും ഒരു നടപടിയും ഒന്നും സംഭവം ഉണ്ടായിട്ടില്ല. അതിന്റെ വിവരാവകാശ പ്രകാരം ഞാൻ കണക്ക് വെച്ചിട്ട് ഇപ്പോഴും കണക്ക് കിട്ടിയിട്ടില്ല. അയാൾ സ്ഥലത്തില്ലാത്തതുകൊണ്ട് കണക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോ ആ വിഭാഗം സംരക്ഷിക്കപ്പെടും. പക്ഷെ ഞാനൊരു പുസ്തകം ഇറക്കിയാൽ എന്തായാലും നടപടി വരും. അപ്പോ പുസ്തകം ഇറക്കാൻ പെർമിഷൻ തരില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് ഇവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട് ഈ ചട്ടങ്ങൾ അയയും ടൈറ്റ് ആവുകയൊക്കെ ചെയ്യും. ഈ പെരുമാറ്റച്ചട്ടം ഒന്നും ബാധകമല്ലാത്ത ജയിലിൽ കിടക്കുന്ന രൂപേഷിന്റെ പുസ്തകം വരെ പോലീസ് പിടിച്ചു വെച്ചിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ ടേബിളിലാണെന്ന് മനസ്സിലാക്കുന്നത്. എല്ലാ ഭാഗത്തുള്ള പരിശോധനയും കഴിഞ്ഞ് CM-ന്റെ അടുത്തെത്തിയിട്ടാണ് അവിടെ പെൻഡിങ് ആണെന്ന് പറയുന്നത്. അപ്പൊ പുസ്തകങ്ങളെയും വാക്കുകളെയൊക്കെ പേടിക്കുന്ന ഒരു ഭരണകൂടം എന്ന് പറയുന്നത് ഇടതുപക്ഷ ഭരണകൂടം ആണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ്. ഈ ഇടതുപക്ഷ ഭരണകൂടത്തിലെ നിങ്ങളൊരു ലെഫ്റ്റിസ്റ്റ് ആയിട്ടുള്ള ആളാണെന്ന് എല്ലാവർക്കും അറിയാം, നമുക്കറിയാം. ഈ പോസ്റ്റൊക്കെ ഇടുന്ന സമയത്ത് അത് മനസ്സിലാക്കുന്ന ഒരു ഭരണകൂടവും സിസ്റ്റവുമാണെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നോ? നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഇത്തരത്തിലുള്ള തീവ്രമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുന്ന ഇടതുപക്ഷ ആൾക്കാർ ഉണ്ടാവും അങ്ങനത്തെ ഒരു സംഭവം. പക്ഷെ ശ്രദ്ധിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ അവരെക്കാളും പ്രാമുഖ്യം എന്ന് പറയുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ നേരത്തെ പറഞ്ഞ ക്യാപ്സ്യൂൾ ടീമാണ്. ഇവരെന്താ എഴുതുന്ന പോലും അറിയില്ല, ഒരു വാക്ക് പോലും മാറ്റി എഴുതാൻ അറിയാത്ത, സ്വന്തമായിട്ടൊരു വാക്ക് പോലും ഇല്ല. ഇവർ ഈ സാധനം ക്യാപ്സ്യൂൾ ഇട്ട് കൊടുക്കുന്ന സാധനം ഇപ്പൊ 1000-ത്തിലധികം സ്ഥലത്ത് ഇപ്പൊ ഇന്നലെ ഈ സാധനം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ സാധനം, ഒരു വാചകമോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാനോ പോലും പറ്റാത്ത ആൾക്കാർ. പിന്നെ നമ്മൾ എന്തെങ്കിലും എഴുതും, നമ്മൾ പോലീസിലെ വീഴ്ചകളെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അപ്പത്തേക്കും അത് ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള സാധനം എന്ന് പറഞ്ഞിട്ട് അതെടുത്തിട്ട് അതിനെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ ചീത്ത വിളിച്ചു കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം എന്തുകൊണ്ട് ഇടതുപക്ഷം തോറ്റു എന്ന ചോദ്യം വരുമ്പോഴേ നമ്മൾ ആലോചിക്കേണ്ടത് ഇതും കൂടിയാണ്. ഇത്തരക്കാരുടെ അതിൽ വലിയൊരു പങ്കുണ്ടാവും. അപ്പൊ ഇനി മുന്നോട്ട് പോകുമ്പോ നിയമ സംവിധാനത്തിൽ വിശ്വസിക്കുന്നു. അപ്പൊ ഈ തൊഴിൽ കുറെ കാലത്ത് പൈസ നിങ്ങളുടെ ശമ്പളം പിടിച്ചു വെച്ചിട്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകണമല്ലോ. സാമ്പത്തികാവസ്ഥയിലൊക്കെ പരിതാപകരമായി അതാ ചോദിക്കുന്നത്. അത്രേ ഉള്ളൂ. നമ്മള് ഇവന്റ് പരിപാടികൾ ചെയ്യാനാണ് ഇപ്പൊ ആലോചിക്കുന്നത്. നമ്മളെ സുഹൃത്തുക്കളുണ്ട്, ടീമുണ്ട്. അപ്പം എന്തായാലും ജനുവരിയില അങ്ങനെ പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ വേറെ ജോലി ചെയ്യാം. കാരണം ഇത് പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഇത് കേസിൽ തീരുമാനമാവാൻ 4-5 വർഷങ്ങൾ എടുക്കും. അത്രയും കാലം നമ്മൾ ജീവിച്ചിരിക്കുന്ന പോലും ഉറപ്പില്ല. അപ്പൊ നമ്മള് പണിയെടുത്ത് ജീവിക്കും. അപ്പൊ ഇനി മുന്നോട്ട് തന്നെ നല്ല രീതിയിലാണ്. ഒരു പുറത്തു നിന്നിട്ടും ഒരു വിസിൽ ബ്ലോവർ ആയിട്ട് രാഷ്ട്രീയ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടോ? ഇപ്പൊ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല ജീവിതം എത്തിയതും, ഒന്നും പ്ലാൻ ചെയ്ത പോലെയല്ലല്ലോ എത്തിയത്. അപ്പൊ ഇനി എന്താണെന്ന് അറിയില്ല. നമ്മളിപ്പോ ഈ പറഞ്ഞ പണിയെടുത്ത് ജീവിച്ചു പോണം എന്നുണ്ട്. പക്ഷെ നമ്മൾ എഴുത്തും ഇതും തുടരും. പുസ്തകം വരാനുണ്ട് അല്ലേ? പുസ്തകം നമ്മള് മറുപടികൾ എന്ന് പറഞ്ഞൊരു പുസ്തകം കഴിഞ്ഞ തവണ പിരിച്ചുവിടാൻ തീരുമാനിച്ചപ്പോ ഇറക്കാൻ ഇറങ്ങിയത്. അപ്പൊ പിന്നെ അവര് പിരിച്ചുവിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇത്തവണ ഇറക്കുന്നുണ്ട്. അപ്പം ഒലിയ ബുക്സ് ആണ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അത് ജനുവരിയിൽ തന്നെ പബ്ലിഷ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഒരു നോവൽ ഉണ്ട്, അത് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ പാട്ടെഴുത്ത് കുറച്ച് കാലമായിട്ട് പാട്ട് ഒക്കെ നിലച്ചിരിക്കും. അതിനിടെ പ്രണയകാലത്തായിരിക്കും പാട്ടുകളെ കൂടുതൽ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ പാട്ടൊന്നും ഇല്ല. അപ്പൊ ചിലപ്പോ സ്ലോൾസിലെ മണ്ണാർത്തറ അച്ഛനൊക്കെ ചോദിക്കും പാട്ടൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ പാട്ടുകൾ പിന്നെ അങ്ങനെ എഴുതിയിട്ടില്ല. പക്ഷെ ഒരു സിനിമയുടെ ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. ചിലപ്പോ ഒരു സിനിമയൊക്കെ വരും. പിന്നെ സിനിമ അതുകൊണ്ട് നടന്നാലേ നടന്നു പറയാം. അപ്പോ സർഗാത്മകമായിട്ടുള്ള ജീവിതം ഇനിയും ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ. അതെ, നമ്മൾ ആഗ്രഹിച്ചത് ഇപ്പം ചെറുപ്പത്തിലൊക്കെ കുട്ടിക്കാലത്തൊക്കെ എന്താകാനാണ് ആഗ്രഹം നോക്കിയാൽ നമ്മൾ എഴുത്തുകാരനാകാനായിരുന്നു ആഗ്രഹം. പക്ഷെ നമ്മൾ ഏതൊക്കെയോ വഴിയിലൂടെ പോയി എന്തൊക്കെയോ ആയി, അങ്ങനെ പോലീസായി, പിന്നെ പോലീസിലെ എഴുത്തുകാരനായി, അങ്ങനെ പുസ്തകം ഒന്നും വന്നിട്ടില്ലെങ്കിലും നമ്മുടെ എഴുത്ത് വായിക്കുന്ന ആൾക്കാരുണ്ടായി. അപ്പൊ ഇനിയിപ്പോ പോലീസിന് വിട്ട സ്ഥിതിക്ക് ശരിക്കും ഈ പോലീസുകാരൻ എന്നുള്ള അഡ്രസ് മാറ്റി നമ്മൾ അടുത്ത ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോൾ എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഇരിക്കണം. അങ്ങനെ സംഭവിക്കട്ടെ.